സൈലന്റ് ആയിട്ടിരിക്കില്ലട്ടാ. എല്ലാവരും സൈലന്റ് ആയിട്ടിരുന്ന ഞാൻ പോയിരുന്നു. ഓക്കെ, നമ്മളിന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാർ ഇപ്പൊ ക്ലാസ്സിലോട്ട് വരും. ഓക്കെ, ഹലോ സർ കേൾക്കാമോ? ക്ലാസ് എടുത്തോളൂ. ഓക്കെ സർ, ഓക്കെ, സോറി സർ, ലേറ്റ് ആയി പോയി. ശരി സർ, ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഈ നോട്ട് ഒന്ന് എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് വൺ മോർ, ആരും വീഡിയോ ഓഫ് ആക്കിയിടരുത്. ആരും വീഡിയോ ഓഫ് ആക്കി മ്യൂട്ടിൽ ഇടരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ഫാക്കൽറ്റി ആരും വീഡിയോ മ്യൂട്ടിൽ ഇടരുത് കേട്ടോ. വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ഫാക്കൽറ്റി മ്യൂട്ടിലിടരുത്. ഓഡിയോ നിങ്ങൾ മ്യൂട്ടിലിട്ടുള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മാത്രം ഓഡിയോ ഓൺ ആക്കുക, അല്ലെങ്കിൽ വീഡിയോ മ്യൂട്ടിലിടരുത്. എല്ലാവരും ശ്രദ്ധിക്കുക. ജോയൽ, ആൻമരിയൻ, സ്നേഹ, മുഹമ്മദ് സാദിഖ്, റോബിൻ, ഫസാന, അഭിരാമി, അമൃത, ദേവിക, ഫാത്തിമ, ആരും വീഡിയോ മ്യൂട്ടിലിടരുത്. നമ്മുടെ ഡെയിലിയുള്ള ക്ലാസ്സസ് നല്ല അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, കാരണം ക്ലാസ് എത്രയ്ക്കാണ്, ആ കൂടി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പൊള്ളിച്ച് അട്ടയ്ക്ക് പോകുന്നുണ്ട് അല്ലേ അശ്മിന? ഓക്കെ സാർ, ഇപ്പൊ ക്ലാസ് എടുത്ത് തുടങ്ങേ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. സോറി, ഞാൻ വൈകിപ്പോയി, ക്ഷമിക്കണം. നോട്ട്സ് എടുക്കണമായിരുന്നു. സോ ഐ എം ലേറ്റ്. സോ I apologize for being late. So anyway, I am starting my class. ഞാൻ IR-ലെ organizations ഉണ്ട്. And it is part of UPSC syllabus. Why it is part of UPSC syllabus? Because syllabus says important international organizations. It's like structure, functions, and its policies and how it affects India. So GS2 international relations part UPSC included in the syllabus. This UPSC syllabus already included ചെയ്തിട്ടുണ്ട്. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നതോ അല്ലെങ്കിൽ ലൈക്ക് ഓഡിബിൾ അല്ലാതെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ? ഇല്ല സർ. ഓക്കെ, താങ്ക് യു ഓൾ. സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എടുക്കുക. പലതുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, റീജിയണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, സബ് റീജിയണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ IR-ൽ പഠിക്കുമ്പോൾ സബ് റീജിയണൽ, ഫോർ എക്സാമ്പിൾ BIMSTEC, Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation, that is BIMSTEC. And this BIMSTEC, it is part of sub-regional organization. Not only that, ഇനിയും ഉണ്ട് BIMSTEC കൂടാതെ like SAARC, South Asian Association for Regional Cooperation. ഇതെന്താണ്? ഒരു റീജിയണൽ, സബ് റീജിയണൽ നേച്ചർ ഉള്ള ഒന്നാണ്. ASEAN, ഒരു റീജിയണൽ ഓർഗനൈസേഷൻ. SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ, ഇതൊക്കെ എന്താ റീജിയണലാണ്. യൂറോപ്യൻ യൂണിയൻ, അതൊക്കെ എന്താ ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു യൂറോപ്പ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ബട്ട് UN ഈസ് എൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ, ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇറ്റ് ഈസ് ഇന്റർനാഷണൽ. വേൾഡ് ബാങ്ക്, IMF, ദീസ് ഓൾ ആർ ഇന്റർനാഷണൽ. അപ്പൊ ഈ രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. 2-3 കാറ്റഗറി, ഒത്തിരി ഉണ്ട്. ഒത്തിരി ഞാൻ പോകുന്നില്ല, ബിക്കോസ് അത് പൊളിറ്റിക്കൽ സയൻസിന് പഠിക്കുന്ന ഓപ്ഷനിൽ എടുത്ത് പഠിക്കുന്നവർക്ക് മാത്രം അത് മതിയാവും. അതൊരു പ്രത്യേക ഏരിയ തന്നെ. IR-ന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. കാരണം IR ഏറ്റവും കൂടുതൽ എളുപ്പമായി വരുന്ന പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നവർക്കാണ്. ഒരു പ്രത്യേക ഏരിയ തന്നെ അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് IR-ന് വേണ്ടി.
And Andrew Haig's book is best for international relations. പിന്നെ ഞാൻ അയ്യാളുടെ ബുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും. ഏത് ബുക്കാ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്, ആരും മിണ്ടുന്നില്ല. പറഞ്ഞിട്ടുണ്ട്? ഇല്ല സാർ, പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിനു വേണ്ടി ബുക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, what is the relationship between India and China in the past, and what is the linkages of our foreign policy or our country with the Middle East in the past. You need to read Pax Indica or Shashi Tharoor, because നിങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും കോളേജിലൊക്കെ ഉള്ളവരായതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇതൊക്കെ വായിച്ചൊരു ബേസ് കിട്ടും. UPSC പ്രിപ്പറേഷനിലേക്ക് പോകുന്ന ഈ വർഷം അടുത്ത വർഷം എഴുതുന്നവരാണെങ്കിൽ വായിക്കണമെന്നില്ല. ഇഫ് യു ഹാവ് പാഷൻ ഇൻ റീഡിങ്, ജസ്റ്റ് റീഡ് ഇറ്റ്. പാഷൻ ഉണ്ടെങ്കിൽ മാത്രം വായിച്ചാൽ മതി, അല്ല എങ്കിൽ വായിക്കുന്നത് നല്ലതായിരിക്കും. you can build a solid base, strong base കിട്ടും. അപ്പം പാക്സ് ഇൻഡിക്ക ശശി തരൂറിന്റെ പാക്സ് ഇൻഡിക്കയാണ്. അതിൽ ശശി തരൂർ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഇത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, US, ചൈന എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ അബൌട്ട് ദാറ്റ്. Then regarding other book, that is David Malone does the elephant dance, and it is actually mentioning about Indian foreign policy's basics, how the foreign policy of India evolved after independence, what are the stages. So it is discussing in detail about these aspects of modern Indian foreign policy, and what is the nature of Indian foreign policy today. And then ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഫുൾ ഡിസ്കസ് ചെയ്യുന്നു. ഡേവിഡ് മാലോൺ ഡസ് ദ എലിഫന്റ് ഡാൻസ്, ആന നൃത്തം ചവിട്ടുമോ. ഓക്കെ, ഡസ് ദ എലിഫന്റ് ഡാൻസ്. ഇറ്റ്സ് എ ഗുഡ് ബുക്ക്, ബെസ്റ്റ്. ഇത് കഴിഞ്ഞ് if you want to study about, or if you want to have or need an idea regarding Southeast Asian politics or Southeast Asian relations with India, you need to read Rajiv Sikri. Actually he is ex-diplomat, IFS officer ആയിരുന്നു. You read his book Rethinking Challenges and Strategy, and in that he is fully covering the syllabus. For example, he is covering India-Pak relation, India-Nepal relation, BIMSTEC he is covering, SAARC he is covering. So it would help you. It is very close to your syllabus. So these are the books which would help you in building the base build ചെയ്യാൻ ഇത് മതി. ഇനി UPSC എഴുതാൻ ഏത് വേണം? ഈ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് you need to read the newspapers. For example, the best in my opinion it is Indian Express, and I have been reading Indian Express for the past 2 years, and it is a good news. Not only good, it is the best. Okay, Indian Express, and you get the articles of Raja Mandala or C. Rajamohan. Actually, he is a JNU professor, and his articles is related to the current events, and it is updated. Okay, he's a great man, and he's a professor of JNU. So you can imagine that what sort of quality he incorporated in his articles. So Indian Express is covering his articles. So it is C. Rajamohan, Raja Mandala articles of Indian Express. Then read the Hindu daily. Likewise, also read Indian Express daily. Then next is Diplomat is the best site, actually one of the best site available in the world, which is covering actually the South Asian politics deeply. So it will give you a basic idea, updated idea regarding the current events which is happening across the globe. So Southeast Asia politics ഒക്കെ നന്നായിട്ട് വരുന്നത് Diplomat ആണ്. So you read it, Diplomat. പക്ഷേ അതിന് പ്രശ്നമുണ്ട്, 3-4 ആർട്ടിക്കിളെ വായിക്കാൻ പറ്റൂ. Otherwise you need to pay for that. പേ ചെയ്യണം, ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ഇൻ ഡോളേഴ്സ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്, ആദ്യം ക്രോമിൽ കയറി ഒരു 3 എണ്ണം വായിക്കും, എന്നിട്ട് മോസില്ല ഫയർഫോക്സ് കയറി ഒരു 3 എണ്ണം വായിക്കും. ഇങ്ങനെ ഓരോ പല മെയിൽ ID യൂസ് ചെയ്താണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ, കാരണം പേ ചെയ്യാൻ എനിക്കൊരു മടിയാണ്. ഓക്കെ, അതുകൊണ്ട് പല മെയിൽ ID യൂസ് ചെയ്ത് നമുക്ക് ഈ കുറെ ഫ്രോഡ് പണിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇസ് ബെസ്റ്റ്. നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അവരുടെ ആ സെറ്റിങ്ങും എല്ലാം ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് എല്ലാവരും വായിപ്പിക്കുന്നത് നല്ല ആർട്ടിക്കിൾസാണ്. അപ്പൊ ഇനി ഇത് കൂടാതെ ബിഗ് പിക്ചർ രാജ്യസഭ ടിവിയിലെ ബിഗ് പിക്ചർ വരും. ഇന്ത്യാസ് വേൾഡ് ആൻഡ് ബിഗ് പിക്ചർ.
ഇതിലാവുമ്പോൾ കറണ്ട് ഇന്ന് നടന്ന സംഭവം നാളെ എടുത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ അതിന്റെ ഓത്തന്റിസിറ്റി എന്ന് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ എ ഗവൺമെന്റ് പ്ലാറ്റ്ഫോം ദാറ്റ്സ് എ രാജ്യസഭ TV ഫസ്റ്റ് തിങ് ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. Then second relevance is in that discussion it is conducted by experts. നമ്മുടെ ഇവിടുത്തെ ചാനൽ ചർച്ചയോ അല്ല അർണബ് ഗോസ്വാമിയെ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അല്ല, നല്ല എക്സ്പെർട്സ് ആണ് വരുന്നത്. അല്ല ആർക്കും സംസാരിക്കാം, അല്ല ദിസ് ഈസ് മൈ ഷോ അങ്ങനെ ഒരു ഷോ ഓഫ് ഒന്ന് അർണബ് ഗോസ്വാമി ചെയ്യുന്ന, അർണബ് ഗോസ്വാമിനെ കണ്ടവർക്കറിയാം പുള്ളിയുടെ ഷോ ഓഫ്. ഓക്കെ, അതുപോലെയൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബേസ് കിട്ടുന്നത്. പക്ഷേ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ഡിസ്കഷനും ഡിപ്ലോമേറ്റും നിങ്ങൾ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേസ് വേണം. ഇല്ലെങ്കിൽ ഇപ്പൊ അതിൽ പറയും ഹാർഡ് പവർ ഓഫ് ഇന്ത്യ, സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ എന്താ ഹാർഡ് പവർ ഓഫ് ഇന്ത്യ, സോഫ്റ്റ് പവർ, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് സോഫ്റ്റ് ഡിസ്ക് എന്ന് കേട്ടിട്ടുണ്ട്, ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താ ഹാർഡ് പവർ സോഫ്റ്റ് പവർ, സി കോൺസെപ്റ്റ് വരും. ദെൻ IR അടുത്ത് ശ്രദ്ധിക്കേണ്ടത് കീവേഡ്സ്, യു നീഡ് ടു യൂസ് ദ കീവേഡ് സ്ട്രാറ്റജിക്. ഇഫ് ഇന്ത്യ ആൻഡ് ചൈന ഈസ് conducting discussion, then you need to say the strategic debates going on between, or strategic partnership, strategic relation, the keywords. While reading whatever books regarding IR you need to read, if you are reading you need to focus on the keywords. If a material whatever you are reading is not covering the keywords, then that material is wrong. എഴുതിയതോ പൊട്ടൻ എഴുതിയതാ. കീവേഡ് വരണം, കീവേഡ് ഇല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല, UPSCക്ക് കിട്ടത്തില്ല. സ്ട്രാറ്റജിക്, ഹാർഡ് പവർ, സോഫ്റ്റ് പവർ. ഇനിയിപ്പോ ചൈനയുടെ സ്ട്രാറ്റജി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോകും. ചൈനയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മിലിറ്ററി എക്സസൈസ് എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ടെറിട്ടറി കയറും, എന്നിട്ട് അവിടെ നിന്മാർ പോകത്തില്ല, കുറെ കഴിഞ്ഞ് ആ ഏരിയയും പിടിച്ചുകൊണ്ട് പോകുന്നൊരു ഇതുണ്ട്. അതിനാണ് സലാമി സ്ലൈഡ് സ്ട്രാറ്റജി എന്നുള്ളത്. സലാമി സ്ലൈഡ് സ്ട്രാറ്റജി ഓഫ് ചൈന എന്ന് പറയും. ഓക്കെ, ജപ്പാനിൽ ഇതുപോലെ ആയിരുന്നു. ഇവന്മാർ രാവിലെ അവിടെ ജപ്പാനിലെത്തോ രാത്രി എന്തോ ചെന്നു ഒരു ഐലൻഡ് പിടിക്കാൻ ചെന്നു. ജപ്പാൻ രാവിലെ തന്നെ എല്ലാ മിസൈലും ഒക്കെ വെച്ചു. അവന്മാർക്ക് സ്വന്തമായിട്ട് ആർമിയൊന്നും ഇല്ല. യുവന്മാര് കാരണമാണ് ജപ്പാൻ, അതൊരു പീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ ആർമിയൊക്കെ അവർക്കായി രാവിലെ കൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തു. അങ്ങനെയാണ് ചൈനയെ ഓടിച്ചത്. ചെയ്യുന്നുണ്ട്. ചൈനയ്ക്ക് ഇപ്പം സൗത്ത് ചൈന സീലും ചൈന ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഐലൻഡ് എന്നിട്ട് പറയുന്നത് ഞങ്ങളുടേതാണ്. ദിസ് ഇസ് സലാമി സ്ലൈഡ് സ്ട്രാറ്റജി എന്ന് പറയും. ഇന്ത്യയിലും അതുപോലെ വന്ന് നിൽക്കുവാണ്, ആൻഡമാനിൽ വന്ന് നിൽക്കുവാണ്. അങ്ങനെയാണ് നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് നമ്മൾ സ്ഥാപിച്ചു, ANC. ഈ ANC കമാൻഡ് വഴിയാണ് നമ്മളിപ്പോ അവിടെ ആൻഡമാനിലും ലക്ഷദ്വീപ് എല്ലാം നമ്മുടെ പെട്രോളിംഗ് സ്ട്രോങ് ആണ്. ഇന്ത്യൻ നേവി നല്ല സ്ട്രോങ് ആയിരിക്കുക. മാത്രമല്ല കൂടെ സഹായത്തിന് US ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ലിമോവ, ബെക്ക, ജിസ്മോവ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെക്ക ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതുവഴി അവരുടെ ഹെൽപ്പ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് IR. അടുത്ത സംഘടനകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം സോഫ്റ്റ് പവർ, ഹാർഡ് പവർ. ഞാനത് പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഞാനും പറഞ്ഞിട്ടുണ്ടോ ഡിഫറൻസ് ബിറ്റ്വീൻ സോഫ്റ്റ് പവർ? ഇല്ല. ബോളിവുഡ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, കഴിഞ്ഞ് നിൽക്കുന്ന സപ്ലി എഴുതാൻ വേണ്ടി സേവ് ആൻ ഇയർ പൊട്ടി നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഓം ശാന്തി ഓം റിലീസായി. ഓക്കെ, അപ്പൊ ഞാൻ ആ ടൈമിൽ ഷാറൂഖ് ഖാന്റെ കടുത്ത ആരാധനായിരുന്നു. അന്നത്ര വിവരമൊന്നുമില്ല, കൂടുതൽ ലോകപരിചയമൊന്നുമില്ല, അതുകൊണ്ടല്ലേ പൊട്ടിപ്പോയത് എക്സാം. ഓക്കെ, ഞാൻ അന്ന് ഓം ശാന്തി ഓം 2 ദിവസമാണ് തിയേറ്ററിൽ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞു പോയി കണ്ടത്. തിയേറ്ററിൽ ആദ്യ ദിവസം ഞാനും കുറച്ച് ആൾക്കാരും, പിറ്റേ ദിവസം പോയപ്പോൾ ഞാനും 1-2 ആൾക്കാരേ ഉള്ളൂ. കേരളത്തിൽ ഇവിടെ ട്രിവാൻഡ്രത്ത്. കുറച്ച് ദിവസം കഴിഞ്ഞ് പത്രം എടുത്തപ്പോ ഷാറൂഖ് ഖാന്റെ എവിടെ വാർത്ത ഞാൻ തപ്പി നോക്കും. ആ പ്രായത്തില് ജർമ്മനിയില് അത് കോടികൾ കളക്ഷൻ കൊയ്തു എന്ന് വാർത്ത ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ കോടികൾ. ബോളിവുഡ് എന്ന് പറയുന്നത് എന്താണ്? മറ്റു രാജ്യങ്ങളിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് നമ്മൾ ഇന്ത്യയുടെ എന്താണോ മറ്റു രാജ്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സോഫ്റ്റ് പവർ. ബോളിവുഡ് ഈസ് എ സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ. പോയിന്റ് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ജർമ്മനിയിൽ ഒരു കളക്ഷൻ. Okay, അപ്പം if someone, a foreigner is watching the Bollywood movies, that time means Om Shanti Om. He is watching a person in Germany is watching Om Shanti Om അല്ലേ, സോറി മറന്നുപോയി. ഇപ്പൊ സിനിമ കണ്ടൊക്കെ വർഷങ്ങളായി. ഇപ്പൊ എനിക്ക് ആരാധകരും ഇല്ല, ഒരു നടന്മാരും നടിമാരെ ആരും ഇഷ്ടമല്ല. ഓക്കെ, റൈറ്റ്, നൗ മൈ ഓൺ പാർട്ട്. ഓക്കെ, സി അപ്പൊ അത് കളക്ഷൻ നേടി. അപ്പൊ ഈ സിനിമ കാണുന്ന ജർമ്മനിക്കാർക്ക് എന്ത് ചെയ്യും? ഇന്ത്യയോട് ഒരു അടുപ്പം വരും. ഇനി അടുത്ത ഏതാ? ക്രിക്കറ്റ്. 1983 ഇന്ത്യക്ക് ഒരിക്കൽ പോലും വേൾഡ് കപ്പ് നേടാൻ കഴിയില്ലെന്ന് ലോകത്തുള്ള മെജോറിറ്റിയും പറഞ്ഞു. മെജോറിറ്റിയിലെ എല്ലാവരും പറഞ്ഞു നേടാൻ കഴിയത്തില്ല, ഇന്ത്യ ഒരിക്കലും വേൾഡ് കപ്പ് നേടത്തില്ല. പക്ഷെ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ക്യാപ്റ്റന്മാരിൽ ഒരാളെ കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ 83 വേൾഡ് കപ്പ് നമ്മൾ നേടി. അന്നു മുതലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ശ്രദ്ധിച്ചത്. അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിനോട് ഈ തോന്നുന്ന ഒരു മതിപ്പ്, 83 വേൾഡ് കപ്പിനോട് തോന്നുന്ന മതിപ്പ് ഇന്ത്യയോടും തോന്നുന്നു. ദിസ് ഈസ് സോഫ്റ്റ് പവർ. സച്ചിൻ തെണ്ടുൽക്കർ. ഞാൻ
സച്ചിൻ വിരമിച്ച സമയത്ത് ഞാനൊന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് റോഡിലേക്ക് ഒന്ന് കയറി. ഒരു ലേഡി ബേർഡ് സൈക്കിളൊക്കെ ചവിട്ടി കയറിയ സമയത്ത് അവിടെ വലിയൊരു ഫ്ലെക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെക്സിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു ഇരുന്നത്: ദൈവമേ, ഈ ഇതിഹാസത്തെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി. സച്ചിൻ അത്രത്തോളം ഇന്ത്യക്കാർ എത്രത്തോളം സ്വാധീനിച്ചെങ്കിൽ ലോകക്കാർക്ക് എത്ര, മറ്റുള്ള രാജ്യക്കാർ എത്ര അധികം സ്വാധീനിച്ചു. സോഫ്റ്റ് പവർ. ഇനി പാകിസ്ഥാനെ എടുക്കുക. പാകിസ്ഥാനെ അട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കാണ് പാകിസ്ഥാനിൽ പോകണം, ഒന്നുതാൻ വാഞ്ച, പാകിസ്ഥാനിൽ പോകണം, ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും? ഇല്ല. പാകിസ്ഥാന് നമ്മുടെ ഇടയിൽ കിട്ടിയ ഇമേജ് എന്താണ്? ഇറ്റ്സ് എ ടെററിസ്റ്റ് കൺട്രി. അപ്പൊ അവിടെ സോഫ്റ്റ് പവർ വർക്ക് ആവത്തില്ല. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? Okay, this is a soft power and hard power. Yes, sir. Okay, if നിങ്ങളുടെ മുമ്പിൽ വരുവാണ്, you got an opportunity to visit US or opportunity to study in US or in Saudi Arabia, which country you prefer? ഏത് രാജ്യം പ്രിഫർ ചെയ്യും? സൗദി ആണോ? US. Obviously USA പ്രിഫർ ചെയ്യത്തുള്ളൂ. വൈ? അവര് സോഫ്റ്റ് പവർ ആണ്. എഡ്യൂക്കേഷൻ, ടെക്നോളജി, ഡിഫൻസ്, ഇതിലെല്ലാം അവരൊരു സോഫ്റ്റ് പവർ ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുവാണ്. ഇന്ത്യയും ചൈനയും ഇതാണ് ശ്രമിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്ത്യ എന്ത് എന്ന് പറഞ്ഞാല് പത്താൻകോട്ട് അറ്റാക്ക് നടന്നപ്പോഴും പാകിസ്ഥാനിൽ ടെററിസ്റ്റ് ഇഷ്യൂ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യ ബ്രിക്സിൽ ചെന്ന് പറഞ്ഞു പാകിസ്ഥാൻ ഈസ് എ ടെറർ സ്പോൺസറിങ് കൺട്രി. ബിംസ്റ്റെക്കിൽ ചെന്ന് പറഞ്ഞു പാകിസ്ഥാൻ ഈസ് എ ടെറർ സ്പോൺസറിങ് കൺട്രി. ഇസ്രായേലിനെയും ഫ്രാൻസിനെയും പിടിച്ചു വെച്ചിട്ട് ഇന്ത്യ പറഞ്ഞു ഇസ്രായേൽ ഈസ് എ ടെറർ സ്പോൺസറിങ് കൺട്രി. UN ചെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാ? അങ്ങനെ ലോകത്തിന് മുമ്പിൽ പാകിസ്ഥാൻ ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കാനാ. കൊടുത്തിട്ട് ഇന്ത്യ ഈസ് എ വിക്ടിം ഓഫ് ടെററിസം എന്നൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പം എന്ത് ചെയ്യും? ഇന്ത്യയുടെ അട്രാക്ഷൻ വരും. ഇന്ത്യൻ ഫോറിൻ പോളിസി എപ്പോഴും പോകുന്നത്, ലോകത്തെ ഫോറിൻ പോളിസി എല്ലാം പോകുന്ന ഈ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഇറാഖില് അഫ്ഗാനിസ്ഥാനിൽ വേണ്ടി അറ്റാക്ക് ചെയ്യണം അമേരിക്കയ്ക്ക്. അപ്പൊ നേരിട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കെതിരായി പല രാജ്യങ്ങളും തിരിയും. അമേരിക്ക പറഞ്ഞ എന്താ? താലിബാൻ ഈസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് വിച്ച് ഹാസ് ഡീപ് റൂട്ട്സ് ഇൻ Afghanistan, so we need to eliminate this menace of terrorism from the world, especially for the world peace and security. അവസാനം ഒരു വാക്കും കൂടെ അടിച്ചു കൊടുക്കും. അപ്പൊ ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യും? അമേരിക്ക ചെയ്യുന്നത് ശരിയാണ്, അവിടെ ടെററിസം ആണ്, നമ്മളെ ബാധിക്കും എന്ന് പറയുമ്പോൾ അമേരിക്ക അനുകൂലമായിട്ട് വരും. ഇങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഫോറിൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ശരിക്കും ഇന്ത്യ തീവ്രവാദം, ഞാനത് പറഞ്ഞിട്ടുണ്ട്, ബലൂചിസ്ഥാനിൽ നമ്മൾ തീവ്രവാദം നടത്തുന്നുണ്ട്. എത്ര നമ്മൾ റോയെ ഇറക്കി പല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെല്ലാം ഇൻസ്റ്റെബിലിറ്റി ഇന്ത്യ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഗുഡ് കൺട്രി, നമ്മൾ പുറത്ത് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന അങ്ങനെയാണ്. മനസ്സിലായോ? ഒരു സോഫ്റ്റ് പവറിന് അത്രത്തോളം റോൾ ഉണ്ട്. ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന് ഇന്ത്യയോട് ഒരു ചായ്വുണ്ട്. കംബോഡിയ അല്ലെങ്കിൽ ഭൂട്ടാൻ, എന്തുകൊണ്ടാ? ബുദ്ധിസം. അപ്പൊ ബുദ്ധിസം ഈസ് എ സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ. ആ രാജ്യമൊക്കെ ബുദ്ധിസമാണ്. കംബോഡിയ ഹിന്ദുയിസമാണ്. ഹിന്ദുസ് ആണ്. ഏറ്റവും വലിയ ടെമ്പിൾ ഏതാണ്? ഹിന്ദു ടെമ്പിൾ വരുന്നത് കംബോഡിയയിലാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് ഉണ്ട്, ബോളിവുഡ് ഉണ്ട്, ഇങ്ങനെ പലതും അട്രാക്ഷൻ ആണ്. മാത്രമല്ല കോവിഡ് വന്നപ്പോൾ നമ്മൾ ഏതോ ഒരു ട്യൂബർക്യുലോസിന് യൂസ് ചെയ്യുന്ന ഒരു മരുന്നൊന്നും യൂസിന് കൊടുത്തില്ലേ? അവർ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ അറിയാം. ഓക്കെ, ദാറ്റ് നെയിം. ഓക്കെ, അതെന്താ? അട്രാക്ഷൻ. അപ്പൊ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുക, അയ്യോ ഇന്ത്യയുടെ ഒപ്പം ഇങ്ങനെ മരുന്നുണ്ടോ? അതാണ് ട്രംപ് ചൈനയെ തകർക്കാൻ ആയുധം എടുത്ത് പുറപ്പെട്ടില്ല. ഒരു രാജ്യത്തെ യുദ്ധത്തിന് മുമ്പായിട്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ് പവർ പിടിച്ചുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ട്രംപ് ഇറ്റ് ഈസ് COVID-19 എന്നോ കൊറോണ വൈറസ് എന്നല്ല ട്രംപ് പറഞ്ഞു. പിന്നെന്താ ട്രംപ് പറഞ്ഞ്? ഇറ്റ് ഈസ് എ ചൈനീസ് വൈറസ്, ഇറ്റ്സ് എ വുഹാൻ വൈറസ്. അങ്ങനെ വരുമ്പോൾ ലോകം ഫുള്ള് എന്ത്? ചൈനയെ ബ്ലെയിം ചെയ്യും. US അനുകൂലമായിട്ട് വരും. കണ്ടില്ലേ, US ഒക്കെയും ലോകത്തിന് വേണ്ടി കോവിഡ് മാറാൻ വേണ്ടി നടക്കുവാണ്, ചൈനക്കാരാണ് കാരണം. ദിസ് ഈസ് സോഫ്റ്റ് പവർ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ഹാർഡ് പവർ. ഹാർഡ് പവർ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ഫസ്റ്റ് ഡിപ്ലോമസി, സംസാരം വഴി കാര്യങ്ങൾ ഡീൽ ചെയ്യും. സോഫ്റ്റ് പവർ യൂസ് ചെയ്ത് അട്രാക്ട് ചെയ്യുന്നത്. ഇതൊന്നും സക്സസ്ഫുൾ ആയില്ല, ഫെയിലിയർ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് വോറിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ വെപ്പണൊക്കെ യൂസ് ചെയ്തുകൊണ്ടും മറ്റു രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഒരു രാജ്യം പ്രവർത്തിച്ചാൽ അതിനെ വിളിക്കുന്ന ഹാർഡ് പവർ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സോഫ്റ്റ് പവർ ഫെയിലിയർ ആയ ഒരു രാജ്യം എന്നറിയാവോ? ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ഒരിക്കലും വർക്ക്ഔട്ട് ആവാത്ത ഒരു രാജ്യം ഇതുവരെയ്ക്കും ഇറ്റ് ഈസ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ എന്താ എടുക്കുമ്പോ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പാകിസ്ഥാനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ? സെക്കൻഡ് ലാർജസ്റ്റ് മുസ്ലിം
പോപ്പുലേഷൻ സെക്കൻഡ് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് വരുന്നത്. അപ്പൊ പാകിസ്ഥാനിലുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇന്ത്യക്കാരോട് സ്നേഹം തോന്നണ്ടേ? പക്ഷെ അതില്ല അവർക്ക്. കാരണം പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്ത് എന്തില്ല? മുസ്ലിംസ് ഇവിടെ ഉണ്ടെങ്കിൽ സേഫ് ആകത്തില്ല എന്ന് പറഞ്ഞാൽ. ബട്ട് ഇന്ന് പാകിസ്ഥാനെക്കാളും കൂടുതൽ മുസ്ലിംസ് ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്തോനേഷ്യ കഴിഞ്ഞ് ഇനി അടുത്ത ഫ്യൂച്ചറിൽ ഇന്തോനേഷ്യക്കാരും കൂടുതൽ മുസ്ലിംസ് ഇന്ത്യയിലാണ് വരുന്നത്, പോപ്പുലേഷൻ ഇത് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ബട്ട് പാകിസ്ഥാന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാർക്ക് അറ്റാക്ക് ഇവിടെ മുസ്ലിംസ് കൂടുതലാണോ, മുസ്ലിംസിന്റെ അവസ്ഥ എങ്ങനെയാണോ, അതോ സേഫ്റ്റി ഉണ്ട്, അതൊന്നും അവർക്ക് വിഷയമില്ല. അവർക്ക് അറ്റാക്ക് ചെയ്യണം. നമ്മുടെ സോഫ്റ്റ്വെയർ ഫെയിലൂർ ആയ ഒരു രാജ്യമാണ്, ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഫെയിലൂർ ആയ ഒരു രാജ്യമാണ് ഈ പറഞ്ഞത്. പക്ഷെ മിഡിൽ ഈസ്റ്റുമായിട്ട് ഇന്ത്യ ചെല്ലുമ്പോൾ ഇന്ത്യക്ക് പറ്റും. ഇപ്പൊ ഇറാനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു മുസ്ലിം കൺട്രിയാണ് ആൻഡ് ഇറാൻ ഈസ് എ ഷിയ കൺട്രി ആൻഡ് ഇവിടെ ഷിയ പോപ്പുലേഷൻ കൂടുതൽ ഇന്ത്യയിലുണ്ട്. ഇതൊക്കെയാണ് അനുകൂലമായ ഘടകം. ഇനി സുന്നി പോപ്പുലേഷൻ ഉണ്ട്, അപ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ട്. ദീസ് ആർ ദ സോഫ്റ്റ് പവർ. മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഹാർഡ് പവർ എന്ന് പറയാൻ വെപ്പൺ യൂസ് ചെയ്യും. കാർഗിലിലും 65 വോറിലും 71 വോറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഹാർഡ് പവർ ആണ്. മാത്രമല്ല മറ്റു രാജ്യത്ത് പോയി ഇന്ത്യ യുദ്ധം ചെയ്യാത്ത രീതിയിൽ ഇലക്ഷനെ സ്വാധീനിച്ചാൽ അത് ഹാർഡ് പവർ ആണ്. അട്രാക്ഷൻ ഓപ്പോസിറ്റ് ആയി വന്നാൽ ഇറ്റ് ഈസ് ഹാർഡ് പവർ. വാട്ട് ഹാപ്പൻഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇറാഖ്, ഇറ്റ് ഈസ് യൂസ് ഓഫ് ഹാർഡ് പവർ ബൈ യുഎസിന്റെ ഹാർഡ് പവർ അവർ കണ്ടത്. ഇനിയിപ്പോ ചൈനയിലും സൗത്ത് ചൈന സീയിലും നടത്തുന്നത് ഹാർഡ് പവർ ആണ്. ചൈന പറഞ്ഞു സൗത്ത് ചൈന സീ ഞങ്ങളതാണ്. ഒബാമയുടെ കാലത്ത് ഒന്നും മിണ്ടിയില്ല. ഒബാമ കഴിവുള്ള ഒരു വ്യക്തിയൊക്കെ തന്നെയാണ്, പക്ഷെ വലിയ ഇതല്ല, ട്രംപിന്റെ അത്രയും വരത്തില്ല. ട്രംപ് ആണ് ശരിക്കും യുഎസ് എന്ന് പറഞ്ഞാൽ, ട്രംപ് ആണ് ശരിക്കും പറഞ്ഞാൽ യുഎസ് ഫോറിൻ പോളിസിയൊക്കെ ഇത് സ്ട്രോങ് ആക്കിയ ട്രംപിന്റെ കീഴിലാണ്. മാത്രമല്ല മൈക്ക് പോംപിയോ അവരുടെ ഐ തിങ്ക് സ്റ്റേറ്റ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, പുള്ളി നല്ല പവർഫുള്ളാണ്. അവരാണ് ഈ സ്ട്രാറ്റജീസ് എല്ലാം ഇറാനുമായിട്ട് എങ്ങനെ, ചൈനയുമായിട്ട് എങ്ങനെ, ഇന്ത്യക്ക് അനുകൂലമായതും ട്രംപ് ഇരുന്നപ്പോഴല്ല. ആക്ച്വലി ഇത് ഇദ്ദേഹം വന്നപ്പോഴാണ്, ട്രംപ് വന്നപ്പോഴാണ് ഇന്ത്യക്ക് അനുകൂലമായത്. ഒബാമ ഇരുന്നിരുന്നേ വരത്തില്ല. ഒബാമ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകും. ട്രംപ് ഇരുന്നെങ്കിൽ മാത്രം അഗ്രസീവ് ആയിട്ട് പോകും. അത് ഹാർഡ് പവർ യൂസ് ചെയ്യുന്ന ട്രംപാണ്. പിന്നെ ഒബാമയും വലിയ ആളൊന്നുമല്ല. ഒബാമ അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധം കൂട്ടിപ്പോയി, ഉള്ള ആർമി അത്ര ഇറക്കി. പിന്നെ അത് മീഡിയ കൊടുക്കുന്ന ഇമേജാണ്, ട്രംപ് എന്തോ ആണ്, ഇതൊക്കെയാണ് ഇങ്ങനെയാണെന്ന് പറയാം. അങ്ങനെയൊന്നും അല്ല. രണ്ടുപേരും ഒരു ടൈപ്പ് തന്നെയാണ്. ട്രംപ് തെറി വിളിച്ചുകൊണ്ട് പറയും, ഒബാമ ചിരിച്ചുകൊണ്ട് പറയും. ഇത്രയും വ്യത്യാസം. ഇപ്പൊ ട്രംപ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും, we need to kill them, we need to attack them. ഒബാമയുടെ അങ്ങനെയല്ല. In order to protect the world peace, the international cooperation among these fields, we need to be safe. So in order to be safe, we need to take some precautions എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒബാമ പറയുന്നത്. ട്രംപ് അങ്ങനെയല്ല, അറ്റാക്ക് ചൈന, കിൽ ദം. ഓക്കെ, ആ രീതി. അത്രയുള്ള വ്യത്യാസം. ഒരാൾ ചിരിച്ചുകൊണ്ട് പറയും, ഒരാൾ ചിരിക്കാതെ പറയും, അത്രേ ഉള്ളൂ. അപ്പൊ ട്രംപ് വന്ന് സൗത്ത് ചൈന സീ ഇഷ്യൂ വന്നപ്പോ ട്രംപ് എന്താ ചെയ്തത്? യുഎസ് നേവി, അതായത് ആദ്യം ചെയ്ത് നോർത്ത് കൊറിയ ഇഷ്യൂ വന്നപ്പോ 13 ഫൈറ്റർ ഷിപ്പിനെ അയച്ചു. ഒരു ഫൈറ്റർ ഷിപ്പില് 60 എയർക്രാഫ്റ്റ് ഉണ്ട് അവരുടെ. ഇതുമായിട്ടാണ് വന്നത്. സോ അവരുടെ നേവിക്കും, കാരണം ഒരു യുദ്ധം വരുമ്പോ എന്ന് പറയുമ്പോൾ സോവിയറ്റ് സ്ട്രാറ്റജി, ചൈന ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സോവിയറ്റ് സ്ട്രാറ്റജി എന്ന് പറയും. ഒരു യുദ്ധം വരുമ്പം ആർമിയെ മൂവ് ചെയ്യിപ്പിക്കണം, നേവി ഉണ്ടെങ്കിൽ നേവി മൂവ് ചെയ്യിപ്പിക്കണം. മാത്രമല്ല അതോടൊപ്പം മിസൈൽസും തൊടുത്തു വിടണം. ഇതാണ് അവരുടെ സോവിയറ്റ് സ്ട്രാറ്റജിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ചൈന ഇപ്പൊ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനിരിക്കുന്നതും അത് തന്നെയാണ്. ഇത് തന്നെയാണ് യുഎസും ചെയ്യുന്നത്. അവരുടെ നേവി എത്തി. സൗത്ത് ചൈന സീ ഇഷ്യൂ വന്നു, ചൈന നമ്മുടെ ഇതിലേക്ക് കയറിയപ്പോ സ്ഥലം ഗൾവാൻ വാലി കോൺഫ്ലിക്ട് വന്നപ്പോ എന്ത് ചെയ്തു? 30 ഫൈറ്റർ ഷിപ്പ്, 30 or 60 ആണെന്ന് തോന്നുന്നു, 30 ഫൈറ്റർ ഷിപ്പുകൾ അയച്ചു. ഇതില് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആയിരുന്നു. ആക്ച്വലി എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആയിരുന്നു. അതിൽ 60 or 180 എന്തോ ഉണ്ടായിരുന്നു. 30 ഒരെണ്ണത്തെ 60 വീതം 180 അയച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അവർ കൂടുതൽ അയക്കേണ്ട ആവശ്യമില്ല. താഴെ ദീർഘകാർഷികമുണ്ട്, ലോകം ഫുള്ളും ബേസാ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ത്യക്ക് കമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അകത്താ. നോർത്തേൺ കമാൻഡ്, സദേൺ വെസ്റ്റ്, ഇങ്ങനെ. യുഎസിൽ ലോകമാണ് അവന്മാർ, വേൾഡിനെയാണ് തിരിച്ചിട്ടുള്ളത്. യുഎസ് ഒക്കെ നോർത്തേൺ കമാൻഡ്, ഇനി ലാറ്റിൻ അമേരിക്ക അവന്മാർക്ക്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക ഒക്കെ അവന്മാരെ കമാൻഡ് ആയിട്ട് അവിടെ എല്ലാ ഓഫീസേഴ്സിനെ വെച്ചിട്ടുണ്ട്. ലോകം ഫുള്ളും റഡാർ ഫെസിലിറ്റി അവന്മാർ, ഒരു മിസൈൽ പോലും അങ്ങെത്തത്തില്ല. ആ രീതിക്ക് അവന്മാർ ഫുള്ളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ ഹാർഡ് പവർ ആണ് യൂസ് ചെയ്ത്. അപ്പൊ സൗത്ത് ചൈന സീയിലേക്ക് എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ അയച്ചിട്ടുണ്ട്. എന്തിനാ ഇത്? ദിസ് ഈസ് ഹാർഡ് പവർ. സോഫ്റ്റ് പവർ അല്ല, ഹാർഡ് പവർ. ഹാർഡ് പവർ ആണ് ഇത്. പേടിപ്പിക്കും, അല്ല അട്രാക്ട് ചെയ്ത് വന്നാൽ ഇതിന് ഹാർഡ് പവർ എന്ന് പറയും. ചൈനീസ് ഇപ്പൊ ഇന്ത്യ ചെയ്ത ഹാർഡ് പവർ ആണ്. നേരത്തെ അതിർത്തിയിൽ ഗൺ ഡൗൺ പൊസിഷനാണ്, ഇപ്പൊ അത് ഗൺ അപ്പ് ആക്കി. മാത്രമല്ല എന്ത് പ്രകോപനം ഉണ്ടെങ്കിൽ അപ്പൊ വെടിവെക്കാം. ഇതെന്താ? ഹാർഡ് പവർ ആണ്. ഇനി അവിടെ റഫാൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വീക്ക് നേവിയുടെ കാര്യത്തിലാണ് വീക്ക്, പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യുന്ന യുഎസ് ആണ്. യുഎസ് യുദ്ധത്തിലേക്ക് വരത്തില്ല, ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് തരും ഇന്ത്യക്ക്. മുമ്പ് അതുപോലെ ചെയ്തിട്ടുണ്ട്. അത്
റിച്ചാർഡ് നിക്സൺ ഒക്കെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. റിച്ചാർഡ് നിക്സന്റെ കാലത്ത് US വന്നിട്ട്, പക്ഷെ അത് ഇന്ദിരാഗാന്ധി അക്സെപ്റ്റ് ചെയ്തു. കാരണം നമുക്ക് USSRമായിട്ട് ട്രീറ്റി സൈൻ ചെയ്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല അവന്മാർ അവിടെ ഇത് ബേ ഓഫ് ബംഗാളൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കിയതാ, ആൻഡമാനൊക്കെ. പക്ഷെ അന്നാണ് നമ്മൾ പിന്നെ കുറെ പോളിസി മെഷേഴ്സ് ഒക്കെ എടുത്തു. സോവിയറ്റ് യൂണിയൻ ഉള്ളതായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് തോന്നുന്നു. സേഫ് ഗാർഡിംഗ് സ്ട്രാറ്റജി, ഓട്ടോണോമി, ഓപ്റ്റിമിസ്റ്റിക്, നോൺ അലൈൻമെന്റ്. എന്നാലും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെയും നിങ്ങൾ പഠിച്ചില്ലല്ലോ. അത് വലിയ സന്തോഷമുണ്ട്. നോട്ട് അതേപടി മടക്കി വെച്ച് കാണും. ഞാൻ എവിടെ പഠിപ്പിക്കാൻ പോയാലും പിള്ളേർക്ക് എങ്ങനെ പഠിക്കത്തില്ല. ഓക്കെ, എടുത്ത് നോക്കുക. ഇല്ല, ഈ ബുക്ക് വായിച്ചാൽ മതി, കിട്ടും. അപ്പൊ ഇതാണ് ഹാർഡ് പവർ, സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഇഫ് ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് അത് നമ്മുടെ സോഫ്റ്റ് പവറിന് വേണ്ടിയായിരിക്കും, നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കും ഈ ഓരോ ഓർഗനൈസേഷൻ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ബിംസ്റ്റെക്. ബിംസ്റ്റെക് എന്ന് വെച്ചാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടോറൽ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോഓപ്പറേഷൻ. അപ്പം നിങ്ങളൊരു ഡൗട്ട് ചോദിക്കും, ഈ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണമെന്ന് ഡൗട്ട് ചോദിക്കും. പ്രിലിംസിന് പഠിക്കണ്ട, മെയിൻസിന് പഠിക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് മെയിൻസിന് ആൻസർ ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബിംസ്റ്റെക്കിനെ കുറിച്ച് ആ ഫുൾ ഫോം എഴുതണം. എഴുതിയിട്ട് ബ്രാക്കറ്റില് ബിംസ്റ്റെക്, ആദ്യം ഇങ്ങനെ ആൻസർ എഴുതുമ്പോൾ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടോറൽ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോഓപ്പറേഷൻ എന്ന് നിങ്ങൾ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ യു നീഡ് ടു റൈറ്റ് ബിംസ്റ്റെക് എന്ന് എഴുതാം. പിന്നെ താഴേക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി, ബിംസ്റ്റെക് എന്ന് യൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് പഠിച്ചു വെക്കണം, മെയിൻസിന് വേണം അത്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി sectoral technical and economic cooperation, multi-sectoral technical and economic cooperation. This is actually BIMSTEC. അപ്പൊ ഈ ബിംസ്റ്റെക് എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുക, ഇറ്റ് ഈസ് എ സബ് റീജിയണൽ ഗ്രൂപ്പ്. അതായത് ഏഷ്യ എന്ന റീജിയന്റെ അകത്തുള്ള ഒരു ഗ്രൂപ്പാണ് സബ് റീജിയണൽ. ആണ്, സബ് റീജിയണൽ ഗ്രൂപ്പാണ്. ഇതില് 7 കൺട്രീസ് ഉണ്ട്. 7 കൺട്രീസ്. ആ കൺട്രീസ് ഉള്ളത് സൗത്ത് ഏഷ്യയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുമുള്ള രാജ്യങ്ങളായിരിക്കും. എവിടെന്നാ? സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന രാജ്യങ്ങളായിരിക്കും. അതായത് ബേ ഓഫ് ബംഗാളിന് അടുത്തുള്ള സൗത്ത് ഏഷ്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലൈങ് ഇൻ ലിറ്റോറൽ ആൻഡ് അഡ്ജസന്റ് ഏരിയാസ് ഓഫ് ബേ ഓഫ് ബംഗാൾ ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് കണ്ടിന്യൂസ് റീജിയണൽ യൂണിറ്റി ആണ് അവരുടെ ഫോക്കസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ ഇതിലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ ബേ ഓഫ് ബംഗാളുമായിട്ട്, ബംഗാൾ ഉൾക്കടലുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഇനി ഇതിന്റെ മെമ്പേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതൊക്കെയാണെന്ന്? ബേ ഓഫ് ബംഗാൾ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ ഫസ്റ്റ് കിട്ടി. അടുത്ത് ബംഗ്ലാദേശ് വന്നു. അടുത്ത മ്യാൻമർ. ഓക്കെ, മ്യാൻമർ. ഭൂട്ടാൻ ഉണ്ട്, നേപ്പാൾ ഉണ്ട്. അതൊക്കെ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതില്. അതുകൊണ്ട് 5 എണ്ണമായി. ശ്രീലങ്ക. ശ്രീലങ്ക ഉണ്ട്. ശ്രീലങ്കയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് ഷെയറിംഗ് ബോർഡർ വിത്ത് ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഇന്ത്യൻ ഓഷ്യനും ബേ ഓഫ് ബംഗാളും കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുണ്ട്. അടുത്ത് ബേ ഓഫ് ബംഗാൾ ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. അടുത്ത് ഒരു രാജ്യവും കൂടെ ഉണ്ട്, തായ്ലൻഡ്. യെസ്, തായ്ലാൻഡ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. 5 from South Asia. Which are the countries from South Asia? It is India, Nepal, Bhutan, Bangladesh and Sri Lanka. India, Nepal, Bhutan, Bangladesh and Sri Lanka. Then 2 from Southeast Asia, that is Myanmar and Thailand. Okay. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി കണക്ടിങ് ദ കൺട്രീസ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ കണക്ടിങ് ദ റീജിയൻസ് ഓഫ് ഗ്രേറ്റ് ഹിമാലയയിലുള്ള റീജിയൻസിനെ കണക്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ബംഗ്ലാദേശിൽ നിന്നുള്ള മാത്രമല്ല. അതുകൊണ്ടാണ് നേപ്പാളും ഭൂട്ടാനും ഹിമാലയൻ കൺട്രീസ് ആണ്. അത് ഇതിന്റെ ഭാഗമാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യയും
സൗത്ത് ഏഷ്യയിലും വരുമ്പോൾ അതിൽ ബേ ഓഫ് ബംഗാളിലുള്ള രാജ്യങ്ങൾ മാത്രമല്ല ഗ്രേറ്റ് ഹിമാലയയിലെ എക്കോളജീസിനെയും കൂടെ അതിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. As per the doctrines of Indian foreign policy, our country is having two doctrines. Not only two, we have a lot of doctrines. Among them, the significant doctrine two, that is India's neighborhood first policy. നെയ്ബർഹുഡിന് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കണം. അതായത് പണ്ട് മാൽദീവ്സിൽ ഒരു വാട്ടർ ഷോർട്ടേജ് വന്നു. ഉടൻ തന്നെ ഇന്ത്യൻ നേവി എന്ത് ചെയ്തു? അവന്മാരുടെ വെസ്റ്റേൺ ഫ്ലീറ്റിൽ നേരെ ഓടി അങ്ങ് പോയി വെള്ളം കൊണ്ട് സപ്ലൈ ചെയ്തു. ഉടൻ ചൈനയുടെ നേവിയും പിറകെ വന്നു. അത് കഴിഞ്ഞിട്ട് നേപ്പാൾ എർക്ക്വേക്ക് വന്നു. എന്ത് ചെയ്തു? ഇന്ത്യയുടെ എയർഫോഴ്സാണ് പോയത്. എയർഫോഴ്സും ആർമിയും പോയി. രണ്ടുപേരും പെട്ടെന്ന് ഇറങ്ങി അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി. കുറച്ചു കഴിഞ്ഞ് ചൈനയും വന്നു. അന്നൊരു ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തതായിരുന്നു, അവിടെ നടക്കുന്നത് ഇന്ത്യ ചൈന റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല, ഡെഡ് ബോഡികൾ എടുക്കാനുള്ള മത്സരമാണെന്ന്. കാരണം നേപ്പാളിന് ഇംപ്രസ് ചെയ്യണമല്ലോ. പക്ഷെ ഇന്ന് നേപ്പാൾ എല്ലാം കൂടെ തിരിച്ചടിച്ചു തന്നു, എല്ലാം കൂടെ. പക്ഷെ അത് മോഡി ഗവൺമെന്റ് ഫോറിൻ പോളിസിയുടെ ഫെയിലിയർ. UPA ഗവൺമെന്റ് ഫെയിലിയർ ആയിരുന്നു. പക്ഷെ മോഡി ഗവൺമെന്റ് അത് റെക്ടിഫൈ ചെയ്യണം, ചെയ്തില്ല അവർ. അത് അവരുടെ ഒരു ഫെയിലിയർ ആണ്, ഏറ്റവും വലിയ പരാജയമാണ്. കാരണം UPA ഗവൺമെന്റിന്റെ കാര്യം വലിയ സംഭവം എന്ന് പറഞ്ഞല്ലേ ഇവർ വന്നത്, ചെയ്തില്ല. ആകെ ഇവരുടെ മോഡി ഗവൺമെന്റ് നല്ല പോളിസി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ ഓരോന്നും വിറ്റഴിക്കലാണ് ഏറ്റവും നല്ല പോളിസി. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. LIC വിൽക്കാൻ പോകുന്നുണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് അദാനിക്ക് കൊടുത്ത് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യണം. രാജ്യം ഓരോന്നും പബ്ലിക് സെക്ടറിന്റെ റോൾ എല്ലാം കുറയ്ക്കണം. PSUസിന്റെയും എല്ലാ റോള് കുറയ്ക്കണം. കുറഞ്ഞൊരു പ്രൈവറ്റ് സെക്ടർ അവിടെ വരണം. റെയിൽവേ പ്രൈവറ്റൈസ്, അത് ഏറ്റവും നല്ലത്. അവരുടെ ഏറ്റവും മോഡിയുടെ ഫോറിൻ പോളിസിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ബാക്കിയൊക്കെ ഫെയിലിയർ ആയിപ്പോയി. ഇതാണ് ഏറ്റവും അവരുടെ ഇത്. ഇനി റെയിൽവേ, LIC ഉണ്ട്, ഫുള്ളും പ്രൈവറ്റൈസ് ചെയ്യണം. ഇന്ത്യ കംപ്ലീറ്റ് അതാക്കണം. ഗവൺമെന്റ് എന്നിട്ട് ഇതിലൊന്നും ഇടപെടരുത്. പകരം ഗവൺമെന്റ് ജനങ്ങളുടെ വെൽഫെയർ ഫോക്കസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നിന്നൊക്കെ ടാക്സ് പിടിച്ചിട്ട് ഇത് പാവങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെൽഫെയർ സ്കീംസിനായിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? Yes, sir. Okay, actually I am supporting this capitalization. ഇന്ത്യ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആവണമെന്ന് അതിയായ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഏത് ഗവൺമെന്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു മുതലാളിത്ത രാജ്യമാക്കണം. എങ്കിൽ മാത്രം ഇന്ത്യ വികസനം, ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ നമ്മളൊരു ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇതുണ്ടെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ഇന്ത്യ വളരത്തില്ല, 100% വളർത്തില്ല. നമുക്ക് 1990 വി ഫേസ് സിവിയർ ഇക്കണോമിക് ക്രൈസിസ് ഫേസ് ചെയ്തു. വേൾഡ് ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് പോലും തരുന്നില്ല അവര്. കാരണം ഇന്ത്യക്ക് ഇവിടെ പൈസ ഇല്ല. ഇനി അടുത്ത് നമ്മുടെ ഇമ്പോർട്ട്സ്, ഇന്ത്യൻ ഇക്കണോമി ഹെവിലി ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട്സ് ദാറ്റ് ടൈം. അപ്പൊ നമുക്ക് വാങ്ങാനായിട്ട് പൈസ ഇല്ല, ഇന്ത്യൻ ഇക്കണോമിയുടെ പൈസ ഇല്ല, ഇന്ത്യ നമുക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ഫോറിൻ പോളിസി മാറിയപ്പോഴാണ് ഇപ്പൊ നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ. അതുവരെ നമ്മൾ ഡ്യൂറിംഗ് ദ UPA റെജീം അന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് അച്ചീവ് ആയി. ഗ്രോത്ത് ഇയേഴ്സ് ആണ് അവരുടെ 10 വർഷം ഗ്രോത്ത് ഇയേഴ്സ് ആണ്. പിന്നെ അവന്മാർ കൈയിട്ട് വാരില്ല, അവന്മാർക്കുണ്ട്, കോൺഗ്രസ്സുകാർക്കുണ്ട്, കൈയിട്ട് വാരില്ല തമ്മിൽ അടിച്ചുകൊണ്ടാണ് പരാജയപ്പെട്ടത്. ഇല്ലെങ്കിൽ അവന്മാർ വീണ്ടും വന്നേ. ആ ഒരു പീരീഡ് നമ്മൾ 8% ഗ്രോത്ത് അച്ചീവ് ചെയ്തത്. ചൈന പോലും അത്രയും വന്നിട്ടില്ല ആ പീരീഡിൽ. 8.5 ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തു. പിന്നെ ഡിമോണിറ്റൈസേഷൻ ലോക മണ്ടത്തരമായിപ്പോയി. നോട്ട് നിരോധനം ഏറ്റവും പൊട്ടം ചെയ്തത് ഒരു മണ്ടൻ ആശയമായിരുന്നു, അത് ചെയ്തു. പിന്നെ ഇനി എക്കണോമി തിരിച്ചു വരണം. അതിനുവേണ്ടി ഇനി വിൽക്കണം, എല്ലാം വിൽക്കണം. ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്ക് എല്ലാം ലയിപ്പിക്കണം. SBI ആയിട്ട് ലയിപ്പിച്ചിട്ട് ഭാവിയിൽ അത് പ്രൈവറ്റൈസ് ചെയ്യണം. അതൊക്കെ ചെയ്യണം, കുറേ ചെയ്യണം. എങ്കിലേ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് വരത്തുള്ളൂ. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇവിടെ ചെയ്ത് അദാനിക്ക് എയർപോർട്ട് കൊടുത്തു. അന്ന് പലരും വിമർശിച്ചു. ബട്ട് ദാറ്റ്സ് എ ഗുഡ് പോളിസി. എയർപോർട്ട് അല്ല കൊടുത്തത്, എയർപോർട്ടിന്റെ അകത്തുള്ള ചില നടത്തിപ്പാണ്. അല്ലെ എയർപോർട്ട് മൊത്തം കൊടുത്തൊന്നുമില്ല. അത് ഈ മണ്ടന്മാർ തെറ്റിച്ച് പറയുന്നത്. പത്രവും വായിക്കൂല, വിവരം ഇല്ലാത്തവന്മാർ പത്രത്തിൽ കൂടെ. ദാറ്റ് ഈസ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകൾ, അവന്മാരെ തന്നെ. ശരി, അപ്പോ ഇക്കാര്യമാണ് ഓർക്കുക, നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. അപ്പൊ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എന്താ ഫസ്റ്റ് ആണ്. ഇന്ത്യ അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വെക്കത്തില്ല. നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. പക്ഷെ ഓർക്കേണ്ടത്, നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയിൽ പാകിസ്ഥാൻ വരത്തില്ല. ഇന്ത്യ പാകിസ്ഥാൻ ഒരു മുമ്പ് കൊടുത്തിരുന്നു. പക്ഷെ ഈ അവന്മാരെ തീവ്രവാദ, ഇന്നലെ തന്നെ പത്രം വായിച്ചല്ലോ നിങ്ങൾ, ഇമ്രാൻഖാൻ അവിടെ പോയിട്ട് UN ചെന്നിട്ട് ഇന്ത്യ ഇഷ്ടം പോലെ വിമർശിച്ചു. അതൊക്കെ അവന്മാരുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന അവന്മാരെ യൂസ് ചെയ്യുന്ന. അവന്മാരെന്ത് ചെയ്യും? ഇന്ത്യയെ കുറ്റപ്പെടുത്തി എന്ത് ചെയ്യും? ഒരു സോഫ്റ്റ് പവർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അയ്യോ പാകിസ്ഥാൻ പാവമാണെന്ന് ക്രിയേറ്റ് ചെയ്യാൻ. ഇന്ത്യനെ അതിനെ തിരിച്ച് കൗണ്ടർ ചെയ്യും. ഇന്ന് വൈകുന്നേരം ആണെന്ന് തോന്നുന്നു തിരിച്ച് കൗണ്ടർ ചെയ്യും ആ രീതിക്ക്. അതുപോലെ
ടർക്കി. പാകിസ്ഥാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇപ്പോ ടർക്കിയാണ്. ഒരു കാലത്ത് ഇന്ത്യയോടൊപ്പം ഇപ്പൊ ടർക്കിയാണ്. എവിടെ ഉണ്ടെങ്കിലും ടർക്കി പോയിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. സോ ഐ കൺസിഡർ ടർക്കി ആസ് അവർ എനിമി. ഞാനിപ്പോ എനിമി ആയിട്ടാണ്. ബിക്കോസ് എന്റെ രാജ്യത്തിനെതിരായിട്ട് വേറെ രാജ്യം സംസാരിച്ച ആ രാജ്യത്ത് ഫ്രണ്ടായി കാണാൻ എനിക്ക് പറ്റത്തില്ല. ബിക്കോസ് ഐ ആം എൻ ഇന്ത്യൻ. പറ്റത്തില്ല. വാട്ട് എവർ ദ പാർട്ടി ഈസ് റൂളിംഗ് ദ സെന്റർ, ഏത് പാർട്ടി ആവട്ടെ, സംഖ്യയാണോ കമ്മിയാണോ, ദാറ്റ് ഡസന്റ് മാറ്റർ. നാഷണൽ ഇൻട്രസ്റ്റ് ഈസ് പാരമൗണ്ട്. അതുപോലെ സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ മിഡിൽ പാത്ത് ആണ്. കാരണം സൗദിക്ക് ഇന്ത്യയും വേണം പാകിസ്ഥാനും വേണം. ദേ ആർ കീപ്പിംഗ് ദ മിഡിൽ പാത്ത്. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട് വരുമ്പോൾ സൗദിയാണ് മീഡിയേറ്റർ ആയിട്ട് വരുന്നത്. കാരണം സൗദിക്ക് അറിയാം പാകിസ്ഥാൻ എന്തെങ്കിലും പറ്റിയത് സൗദിയെയും ബാധിക്കും, ഇന്ത്യക്ക് എന്തെങ്കിലും പറ്റിയത് സൗദിയെയും ബാധിക്കും. സോ സൗദി അറേബ്യ ഈസ് പ്ലേയിങ് എ റോൾ ഓഫ് മീഡിയേറ്റർ. ഓക്കെ. ക്രൗൺ പ്രിൻസ് MBS മുഹമ്മദ് ബിൻ സൽമാൻ പുള്ളി ഒന്ന് ഒത്തിരി പ്രോഗ്രസീവ് ആയിട്ട് മെഷേഴ്സ് കൊണ്ടു. നല്ലതാണ്. സൗദി അവസാനം റിയലൈസ് ചെയ്തു സെക്യുലർ ആയി മാറണം, അല്ലെങ്കിൽ ലിബറലൈസ് ചെയ്തെങ്കിൽ മാത്രമേ. കാരണം സൗദിയിലെ തകർന്നു പോണേ, അത് ഹൈലി റിലീജിയസ് ആയതുകൊണ്ട് സൗദി ഫ്യൂച്ചർ തകരും, 100% തകരുമായിരുന്നു. പക്ഷെ അതിന് മാറ്റം വന്നു. ഇപ്പൊ ദുബായിക്ക് ഇടുമ്പോൾ കുറെ ലിബറലായി കൊണ്ടുവരാം. ബിക്കോസ് അവിടുത്തെ റൂളേഴ്സ് നല്ലതാണ്, ഫാർ സൈറ്റഡ്. അവർക്കറിയാം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെല്ലാം നിൽക്കാൻ പറ്റുമെന്ന്. സോ അത്രത്തിൽ വേണം. ഏതെങ്കിലും രാജ്യം റിലീജിയസ് ആണെങ്കിൽ ആ രാജ്യം വളർന്നത്. ഒരു രാജ്യം റിലീജിയസ് ആയിട്ടുള്ള ഒരു രാജ്യം വളർന്നില്ല. വളർന്നിട്ടുണ്ടെങ്കിൽ റിസോഴ്സ് ആണ്. മിഡിൽ ഈസ്റ്റ് റിലീജിയസ് ആണ്, പക്ഷെ വളർന്ന എന്താ, ദേ ഹാവ് റിസോഴ്സ്. ഓയിൽ തീർന്നാൽ, ക്രൂഡ് ഓയിൽ തീർന്നാൽ അവരും തീർന്നു. ഇത് മനസ്സിലാക്കിയ ഒരു രാജ്യമാണ് ദുബായ്. അതുകൊണ്ടാണ് അവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ഇൻവെസ്റ്റ്മെന്റ്, അത് ഏത് രാജ്യവും അവർ അക്സെപ്റ്റ് ചെയ്യും. സൗദിയിൽ ഇപ്പൊ പോളിസീസ് മാറ്റി അതിന്റെ ഭാഗമായിട്ടാണ്. ഇല്ലെങ്കിൽ നാളെ റെവല്യൂഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് സൗദി റിലീജിയന്റെ ആ ഡോമിനേഷൻ അവിടെ ഒത്തിരി ക്രിയേറ്റ് ചെയ്ത എക്സാമ്പിൾ ആണ് അറബ് സ്പ്രിംഗ്. ഐ തിങ്ക് 2009 വന്നത്. ട്യൂണീഷ്യയിൽ തുടങ്ങി അറബ് സ്പ്രിംഗ് വന്നു. അങ്ങനെയാണ് സൗദിയിൽ നിദാക്കത്തും പിന്നെ കപ്പാല സിസ്റ്റം, ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ഖത്തറാണെന്ന് തോന്നുന്നു, കപ്പാല സിസ്റ്റം കൊണ്ടുവന്ന് അവിടുത്തെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ അവിടെ വലിയ റെവല്യൂഷൻ ആയി മാറിയത്. അതായത് ഇനി ഫ്യൂച്ചറിൽ ഗൾഫ് ഇല്ല, ഗൾഫിന്റെ പ്രാധാന്യമൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ പഴയതുപോലെ ഗൾഫ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. കാരണം ഗൾഫൊക്കെ ഏകദേശം പൂട്ടുന്ന അവസരം. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് അവിടെയൊക്കെ ഫ്യൂച്ചറിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടും. കാരണം അവിടെ കൂടുതലും +2 കഴിഞ്ഞിട്ട് നേരെ അവരങ്ങ് പോകും. ഡിഗ്രി ചെയ്യോ PG ചെയ്തിട്ടൊന്നുമല്ല പോകുന്നത്, അവർ +2 ചെയ്തിട്ട് പോയിട്ട് വരുന്നവരാ. അപ്പൊ ഇത് നാളെ ഗൾഫ് പൂട്ടുമ്പോൾ തിരിച്ചിവിടെ വരുമ്പോൾ ഗൾഫിൽ ഉണ്ടായിരിക്കും, പക്ഷെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് ഇനി ചാൻസ് ഉള്ളൂ. ഇനി അടുത്ത ഗൾഫ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയാണ്. നെക്സ്റ്റ് ഗൾഫ് ഈസ് ആഫ്രിക്ക ഈസ് കൺസിഡർ നെക്സ്റ്റ് ഗൾഫ്. കാരണം ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റീസ് അവിടെയാണ്. കാരണം ഒത്തിരി ഇന്ത്യക്കാർക്ക് അവിടെ, ചൈനയ്ക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് അവിടെ. ഓക്കെ. അപ്പൊ ബിംസ്റ്റെക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ബിംസ്റ്റെക്കിലെ രാജ്യങ്ങൾ ബാക്കി മാപ്പ് നോക്കി പറയും. ദിസ് ഈസ് ബിംസ്റ്റെക്. ബിംസ്റ്റെക് നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ. ഡൗട്ട് ഇല്ല ആർക്കും? ഷെയർ. താങ്ക് യു ഓൾ. നിങ്ങളോട് മെജോ സാർ പറഞ്ഞല്ലേ എല്ലാവരും വീഡിയോ ഒന്നും ആരും ഫേസ് കാണിക്കുന്നത്, കുറച്ചുപേരെ കാണിക്കുന്നുള്ളൂ. ഓക്കെ. ഫേസ് കാണിച്ചു തന്നെ ഇരിക്കണം. ബിക്കോസ് നിങ്ങളിപ്പോ ഒരു സിവിൽ സർവന്റ് ആയി കഴിഞ്ഞതിന് ശേഷം വീഡിയോ കോൺഫറൻസിങ് നിങ്ങൾ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒരു ഡിസ്ട്രിക്ട് കളക്ടറെ നടത്തുമ്പോൾ ഫേസ് ഒക്കെ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ, ഒരു ക്ലാസ് പോലെ ആയിരിക്കണം. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ്. വാട്ട് എവർ യുവർ ഫേസ്, ദ ബാക്ക്ഗ്രൗണ്ട് ഡസന്റ് മാറ്റർ. നിങ്ങളെന്നൊരു വ്യക്തിയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ബിംസ്റ്റെക് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനത്തെ ഉണ്ടോ? അവർക്കുണ്ട്. ഭൂട്ടാൻ, തിമ്പുലാണ് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. അതൊന്നും അത്ര റിലവന്റ് അല്ല. നമുക്ക് UPSCക്ക് അത്രത്തോളം ഒന്നും വേണ്ട. സോറി, ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ അല്ല, ധാക്ക ബംഗ്ലാദേശ്. തെറ്റിപ്പോയി. ധാക്ക ബംഗ്ലാദേശ്. ശരി. ഇനി അടുത്ത് നോക്കുന്നത് INSTC. ഇത് നിങ്ങൾ കേട്ട് കാണത്തില്ല. ഇതൊരു 10 വർഷം മുമ്പ് പത്രത്തിലെ വലിയൊരു വാർത്തയായിരുന്നു. 10 വർഷം 8-9 വർഷമായി. 10 വേണ്ട, ഒരു 7-8-9 വർഷം മുമ്പുള്ള വാർത്തയായിരുന്നു. ഇപ്പോഴിത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരും, പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കാറില്ല. ബട്ട് ആ ടൈമിൽ എനിക്ക് IR എന്ന് പറയാൻ ഭയങ്കര പാഷൻ ആയതുകൊണ്ട് സെർച്ച് ചെയ്ത് കിട്ടിയ INSTC, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. മെയിൻസിൽ എഴുതാനായിട്ട് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. പ്രിലിംസിനൊന്നും വേണ്ട, പക്ഷെ ഇതിന് വേണം. ഇനി പ്രിലിംസിന് ഇത് ഫുൾ ഫോം അറിഞ്ഞിരുന്ന ഒരു ഉപയോഗമുണ്ട്. അവരിപ്പം ചോദിക്കും INSTC ഈസ് എ റീജിയണൽ കണക്ടിവിറ്റി പ്രോജക്ട്. ആണോ? Yes or no? Yes. അല്ല. Yes. No. എന്താ? ഇന്റർനാഷണൽ. പേരിൽ തന്നെ വന്നു കഴിഞ്ഞു. എങ്കിൽ ഇന്റർനാഷണൽ വരത്തില്ലല്ലോ. ബിംസ്റ്റെക് റീജിയണൽ എന്തുകൊണ്ടാ? ബേ ഓഫ് ബംഗാൾ.
പ്രിലിംസിൽ നമുക്ക് എല്ലാം പഠിച്ചെഴുതാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെയാണ് ലോജിക് അപ്ലൈ ചെയ്യുന്ന രീതി. ഇതാണ്. ഇപ്പൊ അവരൊരിക്കൽ ചോദിച്ചതാണ്, ഗ്ലോബൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താര്? ഓപ്ഷൻ യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, പിന്നെ IMF. ഏതാ ഓപ്ഷൻ? ഗ്ലോബൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ആരാ? പറയൂ. IMF ആണോ? IMF. എന്തുകൊണ്ടാ? അത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഗ്ലോബൽ എന്നാണ് കീവേഡ്. ഗ്ലോബൽ. ആസിയാൻ എന്ന് പറയുന്നത് റീജിയനിലാണ്, യൂറോപ്യൻ യൂണിയൻ റീജിയനിലാണ്, IMF ഇന്റർനാഷണൽ. അപ്പം ഗ്ലോബൽ എന്ന റിപ്പോർട്ട് അവരെ പബ്ലിഷ് ചെയ്യും. അത് പോയിന്റ് ക്ലിയർ ആയോ? പ്രിലിംസിന് നമുക്ക് ഇതൊരു ലോജിക്കുകളെ വർക്ക്ഔട്ട് ആവും. അല്ലാതെ അതായത് ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ 50-40 ഇടയ്ക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ചിലർക്ക് ഒരു 52, 53 ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനൊക്കെ എഴുതിയ സമയത്ത് തന്നെ ഫസ്റ്റ് പ്രിലിംസ് പൊട്ടിപ്പോയി. സെക്കൻഡ് പ്രിലിംസിൽ അത് കുഴപ്പമില്ലായിരുന്നു. ആ ടൈമിൽ വന്നപ്പോ ഒരു 40-45 എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഒരു 90 മാർക്ക് കിട്ടിയിട്ട് പിന്നെ ഈ ലോജിക് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് നമ്മളെല്ലാം ഒരിക്കലും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുവിധമൊക്കെ കിട്ടും. 40-45 മാക്സിമം കിട്ടും. സെക്കൻഡ് ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു പോകുമ്പോൾ ഈ ലോജിക് അപ്ലൈ, അങ്ങനെയാണ് ഈ ഗ്ലോബൽ ഇന്റർനാഷണൽ ഇതൊക്കെ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ നിന്ന് ഒരു 10 മാർക്കും കൂടെ കിട്ടും. 10-20 മാർക്ക്. അപ്പൊ തന്നെ 20 മാർക്സ് കിട്ടും. അപ്പൊ 110 അടുത്ത് കട്ട് ഓഫ് കഴിയും. അത് പ്രിലിംസിലും 105, 106, 110 കട്ട് ഓഫ് കഴിയാനേ നോക്കാവും നിങ്ങൾ. അല്ലാതെ പ്രിലിംസിൽ 200-ൽ 180 സ്കൂളിലെ പോലെ ഫുൾ A+ അതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. നിങ്ങൾ പ്രിലിംസിന് കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് കിട്ടത്തില്ല. കാരണം പ്രിലിംസിന് കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ 6 മെയിൻസ് എഴുതിയിട്ടുണ്ട്. ഇതുവരെ അവൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യില്ല. പ്രിലിംസ് എപ്പോഴും ക്ലിയർ ചെയ്യും. 150+ ആവാൻ, 140+. എപ്പോ പോയാലും അവൻ ചുമ്മാ ക്ലിയർ ചെയ്യും. 140 അവന് നല്ല ബേസാ, സബ്ജക്റ്റിലും ബേസാ. പക്ഷെ അവൻ ഇതൊരു മെയിൻസ് ക്ലിയർ ചെയ്തിട്ടില്ല. കാരണം അവൻ പഠിച്ചതെല്ലാം പ്രിലിംസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. പ്രിലിംസിന് അതുകൊണ്ട് നമുക്ക് എന്ന് പറയുന്നത് ടോപ്പ് സ്കോർ ആവാൻ ഒരിക്കലും നോക്കരുത്. ഇൻസ്റ്റെഡ് ബി ഫോക്കസ് ഓൺ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇത് ലോജിക് അപ്ലൈ ചെയ്തൊക്കെ എടുക്കണം. ഇപ്പൊ ആദ്യത്തെ 50 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 30 ക്വസ്റ്റ്യൻ, 30-35 ക്വസ്റ്റ്യൻ ശരിയായിരിക്കണം. അല്ലെങ്കിൽ 30 മതി. അടുത്ത 50 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 25-30 ക്വസ്റ്റ്യൻ ശരിയാക്കാൻ ശ്രമിക്കണം. എങ്കിലേ കട്ട് ഓഫ് കടക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഇത് വേണം. അല്ല 50-ൽ 50 ഒരിക്കലും കിട്ടത്തില്ല. 100-ൽ 100 പ്രതീക്ഷിക്കേണ്ട. ദിസ് ഇസ് നോട്ട് ഗുഡ്. പിന്നെ പ്രിലിംസിൽ കൂടുതൽ മാർക്ക് കിട്ടിയാലും നമ്മളാരും സർട്ടിഫിക്കറ്റ് അനുമോദിക്കാനൊന്നും പോകുന്നില്ല. ബിക്കോസ് ഇതൊന്ന് എലിമിനേഷൻ ടെസ്റ്റ് ആണ്. ഇതിലുള്ളവർക്ക് മാത്രം അടുത്ത മെയിൻസിലേക്ക് എത്തുന്നു. മെയിൻസിന് സ്കോർ ചെയ്താൽ അതിലൊരു അംഗീകാരം കിട്ടും. ബിക്കോസ് മെയിൻസിന് സ്കോർ ചെയ്താൽ ഇന്റർവ്യൂവിന് കുറച്ച് വാങ്ങിയാലും കുഴപ്പമില്ല. രാജു നാരായണ സ്വാമി എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന് ഏറ്റവും കുറഞ്ഞ മാർക്കാണ്. പക്ഷെ പുള്ളിക്ക് കയറിയത് റിട്ടേൺ കയറി. കാരണം പുള്ളി ഒരു പഠിപ്പിസ്റ്റവർക്ക് റിട്ടേൺ കൂടുതൽ കയറാൻ പറ്റും. പിന്നെ അന്നത്തെ പാറ്റേൺ അല്ല. ഇപ്പൊ പണ്ട് ഒരാൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടണമെന്നില്ല. കാരണം അന്നത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിരുന്നു. വാട്ട് ഈസ് രാജാറാമോന് കോൺട്രിബ്യൂഷൻ, വാട്ട് ഈസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, വാട്ട് ഈസ് ബിംസ്റ്റെക്. ഇന്ന് അങ്ങനെയല്ല. BIMSTEC is a regional organization and it has a greater role in playing regional stability as well as enhancing the diplomatic and strategic interest of India. Comment. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. പണ്ട് ഇങ്ങനെയല്ല. അവരെഴുതുന്ന കാലത്ത് വാട്ട് ഈസ് BIMSTEC. അപ്പൊ നിങ്ങൾക്ക് എഴുതാം BIMSTEC മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദീസ് കൺട്രീസ്. ഇന്ന് ആ വർക്കൗട്ട് മെയിൻസിന് വരത്തില്ല. അതാണ് ഞാൻ ഈ ബുക്ക് വായിക്കാൻ ആദ്യമേ പറഞ്ഞ റീസൺ. അതാണ് ബുക്ക് വായിച്ച് ബേസ് ഉള്ളവൻ, ന്യൂസ് പേപ്പർ ഉള്ളവന് മാത്രമേ ഈ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റൂ. പണ്ട് ന്യൂസ് പേപ്പറിന് വലിയ ഫോക്കസ് ഇല്ല. ഡയറക്റ്റ് ആയിട്ട് കുറേ ചോദിക്കും. സുഖവാ. NCERT എല്ലാം ഡയറക്റ്റ് ആയി ചോദിക്കും. ഇപ്പോ NCERT ബേസും എടുക്കണം, സ്റ്റാൻഡേർഡ് ബുക്സും ന്യൂസ് പേപ്പറും കൂടെ വെച്ച് എഴുതണം. കാരണം നിങ്ങളിപ്പോ എല്ലാം പഠിച്ചിട്ട് മെയിൻസിന് പോയാലും 99% പഠിച്ചൊന്നും ചോദിക്കില്ല. 1% വല്ലതും ചോദിക്കും. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഓ ഇങ്ങനെയാണ്. അപ്പൊ നേരത്തെ സിലബസ് വെച്ച് ഇപ്പൊ യു ഹാവ് എ ബേസ് ഉള്ളവൻ എന്ത് ചെയ്യും, ഇത് ഞാൻ ഇന്ന കുറച്ച് പഠിച്ചിട്ടുണ്ട്, അവിടെ വെച്ചാണ് നമ്മൾ, അവിടെയാണ് കീവേഡ് വരും. ഇപ്പൊ ഞാൻ IR പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും എഴുതാനില്ല, ബിംസ്റ്റെക്കിനെ കുറിച്ച് എഴുതാനില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് ഓർഗനൈസേഷൻ, റീജിയണൽ ഓർഗനൈസേഷൻ, സബ് റീജിയണൽ ഓർഗനൈസേഷൻ. മാർക്കായി സബ് റീജിയണൽ വരയിട്ട് കൊടുക്കുക. And it plays a greater role in enhancing India's strategic as well as diplomatic relation. Strategic diplomatic വരയിട്ട് കൊടുക്കുക കീവേഡായി. മെയിൻസിൽ അങ്ങനെ മാർക്ക് ഇപ്പൊ നേടാൻ പറ്റും. നേരത്തെ പോലെ കീവേഡ്സ് അത് വായിക്കണം, ഒത്തിരി വായിക്കണം. വായിച്ച് IR-ൽ കുറെ കീവേഡ് ഉണ്ട്, പൊളിറ്റിക് ഉണ്ട്, ഹിസ്റ്ററിക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ സ്പേസ് ആണ്, സ്പേസ് അല്ലൊരു സാറ്റലൈറ്റിനെ കുറിച്ചാണ് നിങ്ങൾ സിലബസിലുണ്ട്. അതിന് എഴുതുവാണെങ്കിൽ അവിടെ കീവേഡ് ഏതൊക്കെയാണ്? സയൻസ് പഠിച്ചവരുണ്ടല്ലോ, ഏതൊക്കെ കീവേഡ് വേണ്ടേ? ഏതാ? ജിയോ സ്റ്റേഷനറി, പോളാർ. കേട്ടില്ല ഈ വാക്കുകളൊക്കെ?
പോളാർ yes, സാറ്റലൈറ്റ്, sir. ജിയോസ്റ്റ്, ഓക്കെ, അതൊക്കെ മതി. Yes. പിന്നെ കുറച്ചും കൂടെ അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ്റലൈറ്റിന്റെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ ലൈക്ക് എസ്കേപ്പ് വെലോസിറ്റി എന്നൊക്കെ ചേർത്തങ്ങ് എഴുതാം. ഏറ്റവും വരയിട്ട് കൊടുക്കണം. എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും, അറിയാമോ? അറിയാം സാർ. ഓക്കെ, അറിയാത്തൊരാരും ഇല്ലല്ലോ. സാർ എനിക്കറിയില്ല. ഓക്കെ, അത് നമ്മള് ഇവിടെ അറിയാം സാർ. എർത്തിൽ നിന്ന് നമ്മൾ സ്പേസിൽ പോകണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ സാറ്റലൈറ്റോ അല്ലെങ്കിൽ സ്പേസ് ഷട്ടിലോ ചുമ്മാ പോകത്തില്ല, ഇടിച്ചു കയറണം. കാരണം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യണമെങ്കിൽ നല്ല ബലത്തിൽ, അതാണ് നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് സാറ്റലൈറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പേസ് ഷട്ടിലൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ നല്ല ഫോഴ്സാണ് കൊടുക്കുന്നത്, എന്നിട്ട് കയറും. എന്നിട്ട് തിരിച്ചവര് സ്പേസിൽ ചെയ്തിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് എർത്തിലേക്ക് കയറണമെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അകത്തേക്ക് കടക്കണം, ഇടിച്ചിറക്കണം. ദിസ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങോട്ട് കയറാനും ഇടിച്ചു കയറണം, ഇങ്ങോട്ട് വരാനും ഇടിച്ചിറങ്ങണം. ഓക്കെ, ദീസ് ആർ ദ കോൺസെപ്റ്റ്സ്. യൂട്യൂബിൽ കിട്ടും ഇതിന്റെ ഒത്തിരി വീഡിയോ. ആക്ച്വലി ഐ എം ക്രേസ് അബൌട്ട് ദിസ് സ്പേസ്. ഭാവിയിൽ ഒരു കുറച്ച് വസ്തു മൂണിലോ മാർസിലോ കുറച്ച് സെന്റ് വസ്തു വാങ്ങി അവിടെ സെറ്റിൽ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ലൈക് സി, സയൻസ് ഈസ് പ്രോഗ്രസിങ്, സംടൈംസ് ഇറ്റ് മേ ഹാപ്പൻ. സയൻസ് പ്രോഗ്രസ് ചെയ്യാണ്, ചിലപ്പോൾ നടക്കാം. സോ ഗോ യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, സി, അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്തായാലും ടോപ്പിക്കിലേക്ക് വരാം. INSTC, കീവേഡ് ഇന്റർനാഷണൽ. ഇനി UPSC ഇച്ച റീജിയണൽ എന്ന് വെച്ചാൽ നിങ്ങൾ പോകില്ലേ, ഇന്റർനാഷണൽ വന്നു കഴിഞ്ഞ് ഓരോ നോക്കണം. ഇനി INSTC എന്ന് പറയുന്നത് ഷിപ്പ് റെയിൽ റോഡ് റൂട്ട്. ഇത്രയും അറിഞ്ഞാൽ മതി. എന്താണ് ഷിപ്പ് റെയിൽ റോഡ് റൂട്ട്? ഇതിൽ പേരിലുണ്ട് നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. അപ്പൊ നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ ഏകദേശം ഏരിയ കവർ ചെയ്തു. സൗത്ത് എന്ന് പറഞ്ഞാൽ ലോകം ഫുള്ളും കവർ ചെയ്തു. ഇതല്ലാതെ ഇറ്റ് ഈസ് കവറിങ് ദ പാർട്സ് ഓഫ് ഏഷ്യ എന്ന് UPSC ചോദിച്ചാൽ ആൻസർ എഴുതരുത്, തെറ്റാണ്. എന്തുകൊണ്ടാ? ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ആണ്. ഏഷ്യ മാത്രമല്ല, ഏഷ്യയുടെ നോർത്ത് സൗത്ത് അല്ല, യൂറോപ്പിന്റെ നോർത്ത് സൗത്ത് അല്ല, ബട്ട് നോർത്ത് സൗത്ത് ഓഫ് ദ വേൾഡ്. അതാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? അത് ഓർത്തുക, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്? ഷിപ്പ് വഴി വേണമെങ്കിൽ നമുക്ക് ഈ ലോകം ചുറ്റാൻ പറ്റുന്നത്. ഇത് ട്രേഡ് ആണ്, ആക്ച്വലി ഒരു ട്രേഡ് ആണ്. ദെൻ റെയിൽവേ ലൈൻ, ഫോർ എക്സാമ്പിൾ ഇതിനു വേണ്ടിയൊക്കെ റഷ്യ, ഇറാൻ ഒക്കെ വഴി ഇന്ത്യയിൽ നിന്ന് റെയിൽവേ ഒക്കെ നേരെ ഇത് റഷ്യയിലൊക്കെ നമ്മൾ ഭാവിയിൽ പോകാൻ പ്ലാനിങ് ഉണ്ട്, കാരണം പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി. അപ്പൊ എന്താണ്? റെയിൽവേ ഉണ്ട്. ദെൻ റോഡ് ഉണ്ട്. ഓക്കെ, ഇതില് മൂവിങ് ഫ്രൈറ്റ് ആണ്. ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഫ്രൈറ്റ് ഗുഡ്സും കാര്യങ്ങളുമാണ് ഇവർ നോക്കുന്നത്. അപ്പം അറ്റ് പ്രസന്റ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ. അപ്പൊ ഏഷ്യയിൽ നിന്ന് ഒരു രാജ്യം വന്നു, റഷ്യ, യൂറോപ്പിൽ നിന്ന് ഒരു രാജ്യം വന്നു. ഇത് കൂടാതെ ഇറാൻ ഉണ്ട്. പിന്നെ അവിടെ നിന്നും റഷ്യയിൽ നിന്നും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക്. അപ്പം ഏകദേശം വേൾഡ് ആയിട്ടുണ്ട്. ഇനി സെൻട്രൽ ഏഷ്യ. അപ്പൊ ഇതെന്താ? ഒരു കോണ്ടിനെന്റിനുള്ളിൽ നിൽക്കുന്നതല്ലെന്ന് മനസ്സിലായി. ഇത് മാത്രം അറിഞ്ഞാൽ മതി, പ്രിലിംസ് ക്ലിയർ ആനുള്ള ഇതായി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഈസ് എ കീവേഡ് ആൻഡ് ട്രാൻസ്പോർട്ട് കോറിഡോർ, മൂവിംഗ് ഫ്രൈറ്റ്, ഷിപ്പ്, റെയിൽ, റോഡ്. ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. ശരിക്കും ഇത് സൈൻ ചെയ്തത് 2002 സൈൻ ചെയ്തത്. 2002. ഈ സത്യം പറഞ്ഞാൽ ഇത് ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ട്? ഇതിന്റെ വരാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇത് നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കും. എന്താണ് ഈ റോഡ്, റെയിൽ റോഡ് ഇന്ത്യക്ക് മറ്റു രാജ്യം കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറയാമോ? പറഞ്ഞാൽ ക്ലിയർ ചെയ്തെന്ന് വിചാരിച്ചു. ബൗണ്ടറി പ്രശ്നമാണ് സാർ. ഇന്ത്യ, ചൈന. അടുത്തത് പറയൂ. ആരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അൺമ്യൂട്ട് ചെയ്യാതെ. ഇന്ത്യ ചൈന ബൗണ്ടറി പ്രശ്നം, ബോർഡർ ഇഷ്യൂ ഉണ്ട്. അടുത്തേതാ? പറയട്ടെ. പാകിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം. അടുത്ത് പറയട്ടെ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഉണ്ട്, അവന്മാരെ പീസ്ഫുൾ ആക്കണം. ഇന്ത്യ ഇത് സക്സസ് ആവത്തില്ല. കാരണം സെൻട്രൽ ഏഷ്യ സക്സസ്ഫുൾ, ഇത് പീസ്ഫുൾ ആവണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സക്സസ്ഫുൾ ആണ്. അഫ്ഗാനിസ്ഥാൻ ഈസ് കൺസിഡർഡ് ആസ് ഹാർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. മാത്രമല്ല ഓരോ വർഷം തോറും ഹാർട്ട് ഓഫ് ഏഷ്യ കോൺഫറൻസ് നടത്തും ഫോർ പീസ്ഫുൾ ആൻഡ് സ്റ്റേബിൾ അഫ്ഗാനിസ്ഥാൻ. ഈ അഫ്ഗാനിസ്ഥാൻ ഡിസ്പ്യൂട്ട് ഏകദേശം സോൾവ് ചെയ്ത് ആരെന്നറിയാം? ഇപ്പൊ സോൾവ് ചെയ്ത ആരെന്നറിയാവോ? ആരാന്നറിയാവോ? ഇപ്പോ താലിബാൻ ഇഷ്യൂ ഒക്കെ ഒരുവിധം അമിത്ഷാ ആണോ? അമിത്ഷാ ഒന്നുമല്ല. അമിത്ഷായ്ക്ക് ഡീൽ ചെയ്യാനുള്ള ബുദ്ധിയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ പത്രക്കാരെടുത്തിട്ട് പൊക്കുന്നേ ഉള്ളൂ, വലിയ ചാണക്യാനാണ് സംഭവമാണെന്നുള്ള. പുള്ളി ഒന്നുമല്ല. കഴിവുണ്ട്, പാർട്ടിക്ക് അകത്ത് കഴിവുണ്ട്. അഡ്മിനിസ്ട്രേഷനൊന്നും BJPയുടെ അകത്ത് മോഡിക്കുമില്ല.
ഇന്ത്യക്ക് നന്നായി ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, PV നരസിംഹറാവു, വാജ്പേയി, IK ഗുജറാൾ, പിന്നെ മൻമോഹൻ സിംഗ്, ഇത്രയും പേരെ പറ്റൂ. ഇവിടെ ഇവരുമായിട്ട് മോഡിയും അമിത്ഷാ എങ്ങനെ കമ്പയർ ചെയ്യാനാ? മൻമോഹൻ സിംഗ് UN സിറ്റാഡ് ആണെന്ന് തോന്നുന്നു. UN ഒരു ബോഡി, ട്രേഡിന്റെ ഒരു ബോഡിയിൽ ഉണ്ടായിരുന്നു. പുള്ളി തിരിച്ചു വന്നപ്പോൾ അതിന്റെ ഹെഡ് സംതിങ് എന്ന ഒരു പേരാ, പുള്ളി തെറി വിളിച്ചു. ദിസ് ഈസ് ഫൂളിഷ്. പുള്ളി അന്ന് KN രാജ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇക്കണോമിസ്റ്റ് ആയിരുന്നു, നെഹ്റുവിനൊക്കെ അഡ്വൈസ് ചെയ്യുന്ന പുള്ളിയായിരുന്നു. പുള്ളി മൻമോഹൻ സിംഗിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് വരണം, വന്ന് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ജോയിൻ ചെയ്യണം, നമ്മുടെ രാജ്യത്തിന് നിങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് UN സിറ്റാന്റെ ഹെഡ്, വേണമെങ്കിൽ പറഞ്ഞുവിടാം, ഇന്ത്യക്കാരനല്ലേ, പറഞ്ഞുവിടാം, അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഇറ്റ്സ് എ ഫൂളിഷ്, പോകരുത്, മൻമോഹൻ സിംഗിനോട് പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ മൻമോഹൻ സിംഗ് തിരിച്ചു വന്നു. ആ മൻമോഹൻ സിംഗിനെ മോഡിയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഇവിടുത്തെ സംഖ്യകൾ. മാത്രമല്ല 1990 ഇക്കണോമിക് ക്രൈസിസ് വന്നപ്പോൾ റാവോ മൻമോഹൻ പ്ലാൻ അത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ്ഫുൾ. ഈ ബേസിലാണ് യുവന്മാർ നിൽക്കുന്നത്. ആ മൻമോഹൻ സിംഗിനെ വെച്ചിട്ടാണ് മോഡി കമ്പയർ. രണ്ട് വാജ്പേയി എന്ന് പറഞ്ഞാൽ BJP കഴിവുള്ള നേതാവ്, റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി. പുള്ളിയാണ് ഫോറിൻ പോളിസിയുടെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫോറിൻ പോളിസി എക്സ്പെർട്ട് വാജ്പേയി ആണ്. പക്ഷെ വാജ്പേയിയെ കുറിച്ച് പറഞ്ഞില്ല, എപ്പോഴും മോഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഫാഷിസത്തിന് ബ്രെയിൻ ഇല്ല, അത് ബുദ്ധിയുള്ളവർ അംഗീകരിക്കാനുള്ള കഴിവില്ല. പിന്നെ നിർമ്മല സീതാരാമൻ കഴിവുണ്ട്, ഞാൻ അംഗീകരിക്കും. ഷീസ് ബ്രില്യൻറ്റ്, നല്ല പൊളിറ്റീഷ്യനും നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. പ്രസംഗമായാലും നല്ല രീതിയിൽ പ്രസംഗം, ആരുമായി കേട്ടിരിക്കുന്ന രീതിയിൽ, ആൻഡ് ഷീസ് ലൈക് വെരി ഗുഡ്. മോഡിയെ പോലല്ല, അമിത്ഷായും പോലല്ല, ഭയങ്കര കഴിവ് അവർക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് അവരെ. ആൻഡ് ഐ എം ഫാൻ ഓഫ്, ഞാൻ അവരുടെ ഒരു ആരാധകയും കൂടെയാണ്. ഓക്കെ, ബിക്കോസ് ഷീസ് ജീനിയസ്. അവരുടെ ഓരോ സ്പീച്ചായാലും നമ്മൾ കേട്ട് നോക്കണം, അവർ ആ വെക്കുന്ന പോയിന്റ്, പ്രസന്റ് ചെയ്യുന്ന രീതി, ആ ക്ലാരിറ്റി ഇൻ തോട്ട്. അവര് ചുമ്മാ മോഡി എന്ന് പറയുന്നത് ഇപ്പൊ സിമ്പതി, മോഡി എന്ന് പറയുന്ന ഏതാണ്, ഒരു RSSന്റെ കേഡറിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അപ്പം പുള്ളിക്ക് RSSന്റെ ഡിസിപ്ലിൻ ഉണ്ട്, അത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല. ബട്ട് പുള്ളിക്ക് അഡ്മിനിസ്ട്രേഷൻ വഴി പ്രസംഗിക്കാൻ അറിയത്തില്ല. പുള്ളിക്ക് വേണമെങ്കിൽ ഒരു മീറ്റിംഗ് തന്നു കഴിഞ്ഞാൽ കേരൾ, സൊമാലിയാസ് എന്നൊക്കെ ഇതൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് പറ്റും, വഴങ്ങും. അല്ലാതെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ കാര്യം മോഡിയായിട്ട് പരസ്യമായിട്ട് ഒരു വേദിയിൽ പോലും മോഡി നന്നായിട്ട് പ്രസംഗിച്ചിട്ടില്ല. എഴുതി കൊടുക്കുന്ന പ്രസംഗമല്ലാതെ പുള്ളി പ്രസംഗിച്ചിട്ടില്ല, ശ്രദ്ധിച്ചാൽ മതി. അത് പറ്റത്തില്ല, പുള്ളിക്ക് അത് പറ്റത്തില്ല. പുള്ളി എന്ന് പറയുന്ന ഒരു RSS കേരള ഡിസിപ്ലിൻ ഉണ്ട്. ഹിന്ദുത്വയെ കുറിച്ച് സംസാരിക്കും, BJPയുടെ ഇലക്ഷൻ പ്രചാരണം നടത്തും. പക്ഷെ ഡെവലപ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വിമൻ എംപവർമെന്റ്, ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പുള്ളിക്ക് പറ്റില്ല. പറ്റണമെങ്കിൽ എഴുതി കൊടുക്കണം, നോക്കി വായിക്കാനേ പറ്റത്തുള്ളൂ. ബട്ട് നെഹ്റു ഒരിക്കലും അങ്ങനെയല്ല. ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ നെഹ്റു പറയാം അതാ ഫോറിൻ പോളിസി. നെഹ്റുവിന് അത് സ്വന്തമായിട്ട്. PV നരസിംഹറാവുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? 10 ഭാഷകൾ പുള്ളിക്കറിയാം. മാത്രമല്ല, ഓക്കെ, പുള്ളി ആന്ധ്രയിലെ CM ആയിരുന്നു. അന്ന് താൻ അവിടെ ഫെയിൽഡ്, പരാജയപ്പെട്ടു പോയി. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഡൽഹിയിൽ ആന്ധ്ര ഹൗസിൽ പോയിരിക്കേണ്ടിരുന്നു അദ്ദേഹത്തിന്. ഈ പുള്ളി 3-4 വർഷം ആരും തന്നെ കണ്ട മിണ്ടത്തില്ല, കാരണം പവർ പോയല്ലോ. പവർ ഇല്ലെങ്കിൽ എന്ത് വില. പുള്ളി ഈ സമയം ഇരുന്ന് ഇഷ്ടം പോലെ വായിച്ചു. ടുഡേ റീഡർ, ടുമാറോ ലീഡർ. വായിച്ചു പുള്ളി ഇഷ്ടം പോലെ പുള്ളി വായിച്ചു. മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നില്ല, അത് അക്കാലത്ത് പുള്ളി യൂസ് ചെയ്തിരുന്നു. പുള്ളിയുടെ മോൾ അമേരിക്കയിലായിരുന്നു, അവിടെ പോയി അമേരിക്ക, സിംഗപ്പൂർ ഒക്കെ പോയി. പുള്ളി ലോകമൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ത്യ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തും വളരത്തില്ല. അതാണ് പുള്ളി അമേരിക്ക, സിംഗപ്പൂർ കണ്ട് അവിടുത്തെ വികസനം കണ്ടിട്ടാണ് പുള്ളി എന്ത് ചെയ്തു, നമ്മളെ ക്യാപിറ്റലിസത്തിലേക്ക് നയിക്കാനുള്ള സ്റ്റെപ്പ് എടുക്കാൻ റീസൺ അതായിരുന്നു. അങ്ങനെ അന്ന് പുള്ളിക്കാരൻ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു. ഇന്ദിരാഗാന്ധിക്കാണെങ്കിൽ പുള്ളി ഒരു വിലയും ഇല്ല, കാരണം വേറെ കഴിവില്ലാത്ത ഒരു നേതാവ്, ചുമ്മാ ഒരു വില കൊടുത്തില്ല. ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി പേരിന് തന്നെ പിടിച്ച് അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കി. അത് രാഹുൽ ഗാന്ധി നേരത്തെ ഇരുന്ന പോസ്റ്റ്, ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇരിക്കുന്ന പോസ്റ്റാണ് തോന്നുന്നു, അതിലാക്കി ഒരു പേരിന്. എന്നിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഒരു പ്രസംഗം ഇദ്ദേഹം തയ്യാറാക്കി കൊടുത്തു, ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ. ആ പ്രസംഗം ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് വലിയ കയ്യടി കിട്ടി, നല്ല സ്വീകാര്യത കിട്ടി. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി മനസ്സിലാക്കി ഇദ്ദേഹം വെറും കഴിവില്ലാത്ത മനുഷ്യനല്ല, ഇദ്ദേഹം വലിയ കഴിവുള്ള മനുഷ്യൻ. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായി മാറി. പതുക്കെ ഇദ്ദേഹത്തെ ഫോറിൻ മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ആക്കി. ഇതിൽ ഏറെക്കുറെ മെജോറിറ്റിയിൽ ഇദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നു. ഏറ്റവും അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പവർ പുറത്തെടുക്കാൻ തുടങ്ങി. അതായത് താൻ ഇക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം വിമർശനം, ഇന്ത്യയെ ക്യാപിറ്റലിസ്റ്റ് കൊണ്ടുപോകുന്നു എന്നുള്ള ഭയങ്കര വിമർശനം, കമ്മ്യൂണിസ്റ്റുകാർ വിമർശനം, BJPക്കാർ വിമർശനം. പുള്ളി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് കോൺഗ്രസ്സുകാരുടെ അടുത്ത് പറഞ്ഞു,
ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഐ ആം ഫോളോയിങ് വാട്ട് എവർ ഡൺ ബൈ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി എന്ത് ചെയ്തു ഞാൻ അതാ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് പിന്നെ വിമർശിക്കാൻ ഒന്നുമില്ല. എന്നിട്ട് BJP-ക്കാരെ വിമർശിച്ചപ്പോൾ പുള്ളി മഹാഭാരതവും രാമായണവും കുറെ കോട്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം രാമായണം മഹാഭാരതം അവന്മാർ യൂസ് ചെയ്യുന്നതല്ല, അതിനെ എതിർക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവർ ഒതുക്കിയത്. പുള്ളിയെ ഭയങ്കര പുള്ളിയുടെ ബുക്കുണ്ട് ഹാഫ് ലൈൻ എന്ന് പറയുന്നത്, വിനയ് സീതാപതി എഴുതിയൊരു ബുക്കുണ്ട് ഹാഫ് ലൈൻ. അതിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വിനയ് സീതാപതി ഹാഫ് ലൈൻ ഇത് വലിയൊരു ഇതാണ്. അപ്പൊ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ അഡ്മിനിസ്ട്രേഷൻ ഒന്നുമല്ല. പിന്നെ അഡ്മിനിസ്ട്രേഷൻ പിന്നെ കൊണ്ടുവരുന്ന നല്ല ബ്യൂറോക്രാറ്റ്സ്, IFS, IAS, IPS ഓഫീസേഴ്സ് ഉണ്ട്. അതിനല്ലേ എക്സാം നടത്തുന്നത്. ഇത്രയും പഠിക്കുന്നത് എന്തിനാ? ഓക്കെ. ഇനി അപ്പൊ 2002-ലാണ് ഈ എഗ്രിമെന്റ് തന്നെ വരുന്നത്. എഗ്രിമെന്റ്. അപ്പൊ ഇതിന് തടസ്സം എന്ന് പറയുന്നത് ഈ ഇഷ്യൂസ് ആണ്. താലിബാൻ ഇഷ്യൂ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പാക് ഡിസ്പ്യൂട്ട് ഉണ്ട്, പിന്നെ ഇറാൻ ഇഷ്യൂ ഉണ്ട്, ഇന്ത്യ റഷ്യ ഇഷ്യൂ ഉണ്ട്. റഷ്യ പണ്ട് ഇന്ത്യക്ക് ചത്ത് നിൽക്കും. പണ്ട് ഗോവ അതിന്റെയൊക്കെ ഇഷ്യൂല് പോർച്ചുഗൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ US-ന്റെ സഹായത്തോടെ നമുക്കെതിരെ റെസൊല്യൂഷൻ കൊണ്ടുവന്നു UN-ല്. സോവിയറ്റ് യൂണിയൻ നേരെ വീട്ടോ ചെയ്തു, അതങ്ങ് പോയി. സോവിയറ്റ് യൂണിയൻ ചങ്കായിരുന്നു ഇന്ത്യക്ക്. റഷ്യ അത്. പക്ഷെ ഇപ്പോ ഈ റഷ്യ ഇന്ത്യക്ക് മിഡിൽ പാത്താണ്. ചൈന ഇഷ്യൂലും പാകിസ്ഥാൻ വിമർശിച്ചില്ല, പകരം മിഡിൽ പാത്തിലേക്കാണ്. കാരണം ഇന്ത്യയും വേണം ചൈനയും വേണം റഷ്യക്ക്. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഇത് എത്രത്തോളം വരണം എന്നില്ല. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു തടസ്സം. INSTC-യുടെ ഒരു തടസ്സവും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് 2012-ല് മൻമോഹൻ സിംഗ് ഇരുന്ന പീരീഡിന്റെ ഡിസ്കഷൻ നടന്നു. ന്യൂഡൽഹിയിൽ വെച്ച് നമ്മൾ കുറെ തയ്യാറാക്കിയതാണ്. കാരണം ചൈനയുടെ ഒബോറുണ്ട്, 1 ബെൽറ്റ് 1 റോഡ്, അല്ലെങ്കിൽ അവരുടെ CPEC, ചൈന പാക് ഇക്കണോമിക് കോറിഡോർ, ഇങ്ങനെയൊക്കെ അവർക്ക് കുറെ ഉണ്ട്. 1 ബെൽറ്റ് 1 റോഡ്, ഒബോർ. ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യണം. വി നീഡ് ടു കൗണ്ടർ ദിസ്. അതിനൊരു സ്ട്രാറ്റജിയാണ് INSTC എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ കീവേഡ് ഉണ്ട്. നമുക്ക് 2 നെയ്ബർഹുഡ്, ഒന്ന് നിയർ നെയ്ബർഹുഡും അടുത്തേതാണ് എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡും. അപ്പൊ ഇന്ത്യയുടെ എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡുമായിട്ട് ഇന്ത്യ ജോയിൻ ചെയ്യാനുള്ള ഒരു പോളിസിയും കൂടെയാണ് INSTC എന്ന് ഓർത്തിരിക്കുക. We have 2 type of neighbor. First is നിയർ നെയ്ബർഹുഡ് ആൻഡ് എക്സ്റ്റെൻഡ് നെയ്ബർഹുഡ്. ബിംസ്റ്റെക് രാജ്യങ്ങളുമായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ നിയർ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യുക. റഷ്യ അതല്ല എങ്കിൽ ഇറാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡ്, ദാറ്റ്സ് എ കീവേഡ്. ഓക്കെ, കീവേഡൊക്കെയും കറക്റ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുക. ഇനി അടുത്ത് നോക്കുന്ന ഒരു സംഘടന ക്വാഡ് എന്ന് പറയും. കേട്ടുണ്ടോ? ക്വാഡ്, QUAD കേട്ടുണ്ടോ ആരെങ്കിലും? ക്വാഡ്രിലാറ്ററൽ. ആരൊക്കെ ഉണ്ട് ഇതില്? ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ. US, ജപ്പാൻ. ഓക്കെ, ഇത്രയും പേരും കൂടെ ചേർന്നാണ് ക്വാഡ്രിലാറ്ററൽ. അതായത് സിംഗപ്പൂർ ഓക്കെ, കറക്റ്റ്. അതിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ ഒരു ഇതേതാ? ഇന്റർനാഷണൽ ആണോ റീജിയണൽ ആണോ? ഇന്റർനാഷണൽ ആണ് സർ. ഇത് ആക്ച്വലി റീജിയണൽ ആണ്. ഓക്കെ. INSTC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആകാൻ കാര്യം അത് ട്രേഡ് ആണ്. ട്രേഡ് പോകുമ്പോൾ പല രാജ്യങ്ങളും ടച്ച് ചെയ്യും. ഇപ്പോ റഷ്യ ഇന്ത്യ എന്ന് പറഞ്ഞാലും റഷ്യ ഇന്ത്യയിലേക്ക് എത്താൻ എത്ര രാജ്യം? പാകിസ്ഥാൻ ടച്ച് ചെയ്യണം, ചിലപ്പോൾ ചൈന ടച്ച് ചെയ്യണം, കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഉള്ള സ്ഥാനെല്ലാം കൂടെ ടച്ച് ചെയ്ത് അങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്വാഡ് എന്ന് പറയുന്നത് എന്താണ്? ജപ്പാൻ, ഇന്ത്യ, US, ഓസ്ട്രേലിയയും തമ്മിൽ മാത്രമേ ഉള്ളൂ. വേറെ രാജ്യങ്ങളെ ഇത് ബാധിക്കത്തില്ല. വേറെ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വരാം, പക്ഷെ എല്ലാ രാജ്യങ്ങളും ബാധിക്കില്ല. ഇത്രയും രാജ്യങ്ങൾ തമ്മിൽ മിലിറ്ററി ആണോ ട്രേഡ് ആണോ അത്രേ ഉള്ളൂ. കാരണം ഈ രാജ്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നെങ്കിലും ഇന്ത്യക്ക് നേരെ ഇന്ത്യൻ ഓഷ്യൻ വഴി ഡീൽ ചെയ്യാം. നമുക്ക് ജപ്പാനിലേക്ക് പോകാനായിട്ട് ചൈനയിലേക്ക് കയറി നോർത്ത് കൊറിയയിലേക്ക് ചാടി, സൗത്ത് കൊറിയയിലേക്ക് അവിടെ നിന്ന് ചാടി ജപ്പാനിൽ പോകണമെന്നില്ല. നമുക്ക് നേരെ കപ്പലുണ്ട്, ഓടിച്ചങ്ങ് പോകാം. ഇല്ലെങ്കിൽ പല ഇന്ത്യൻ ഓഷ്യൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതൊരു റീജിയണൽ കോയിലീഷൻ, ഒരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടുകക്ഷിയാണ് ക്വാഡ് എന്ന് പറയും. ഓക്കെ. ഇനി അടുത്ത് എവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു റീജിയണൽ ആയത്? ഇത്രയേ ഉള്ളൂ. എവിടെ ഫോക്കസ്? ഇൻഡോ പസഫിക് ആണ്. ഇൻഡോ പസഫിക് അത്രേ ഉള്ളൂ. വേറെ ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യനും പസഫിക് ഓഷ്യനും മാത്രമേ ഇവർ ലിങ്ക് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് കവറിങ് അറ്റ്ലാന്റിക് ഓഷ്യൻ.
It is not covering the North and South Atlantic Ocean as well as the North and South Pacific Ocean. എല്ലാം കവർ ചെയ്യുന്നില്ല. ആ ഇന്ത്യയും പസഫിക് ഓഷ്യനും ഇന്ന് അറ്റ്ലസ് എടുത്ത് നോക്കുക, ഇന്ത്യയും പസഫിക് ഓഷ്യനും വരുന്ന ഏരിയ മാത്രമേ ഇവർ കവർ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ടാണ് ഒരു റീജിയണൽ എന്നറിയപ്പെടാൻ. അതാണ്. മാത്രമല്ല ഇന്ത്യ യു എസും ഒന്നിച്ചാണ് ഇപ്പം ഇൻഡോ പസഫിക് കമാൻഡ് വരെ ഉണ്ട്. അതിന്റെ പേര് മാറ്റി, ഇന്ത്യയെ കൂടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ട്രംപ് ഒന്ന് മാറ്റി. അതാ ട്രംപ് ഇനിയും വരണം, ജയിക്കണമെന്ന് ഞാൻ പറയാനുള്ള റീസൺ ഇതാണ്. ഇന്ത്യക്ക് വളരെ അനുകൂലമാണ് ട്രംപ്. കാരണം ട്രംപ് ഉണ്ടെങ്കിൽ ചൈനയെ വിറപ്പിക്കാൻ പറ്റും. ഇനി അടുത്ത ട്രംപ് ഇലക്ഷൻ തോറ്റ് അടുത്ത പ്രസിഡന്റ് വന്നാൽ അദ്ദേഹം ട്രംപിനെ പോലെ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഫോറിൻ പോളിസിയിലെങ്കിലും അങ്ങനെ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യം പണിയാവും. ട്രംപ് വരണം. ചൈനയെ ഒതുക്കാൻ ഇപ്പൊ ട്രംപിന് മാത്രമേ വരും. ട്രംപ് ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ചൈന കൂടുതൽ റോള് കാണിക്കാത്തത്. പിന്നെ ചൈന പെട്ടെന്ന് യുദ്ധത്തിന് ചാടിയൊന്നും വരത്തില്ല. എന്ന് കഴിഞ്ഞാൽ ചൈന ഇക്കാര്യം പറയാം, യു എസ് വെറുതെ നിൽക്കത്തില്ല. ട്രംപിന്റെ നാക്ക് ഉള്ളിടത്തോളം കാലം ചൈനയ്ക്ക് അറിയാം എന്ന രീതി. സോ ഐ എം സപ്പോർട്ടിങ് ട്രംപ് ഇന്ത്യക്ക് വേണ്ടി. I don't bother about whether Pakistan or the rest of the countries is peaceful or not. മറ്റു രാജ്യം പീസ്ഫുൾ ആണോ ഇല്ലെന്നല്ല. ഇന്ത്യക്ക് മറ്റു രാജ്യത്ത് സമാധാനം ഇല്ലായ്മ കൊണ്ട് ഇന്ത്യക്ക് ദോഷമുണ്ടെങ്കിൽ ആ രാജ്യം സമാധാനം വേണം എന്നൊരു വ്യൂ ആണ് ഞാൻ എടുക്കുന്നത്. ഇറ്റ് മേ സംടൈംസ് സീംസ് ടു ബി ക്രൂവൽ. പക്ഷെ അങ്ങനെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പോകുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ സ്റ്റേബിൾ ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ സ്റ്റേബിൾ ആകണമെന്ന് പറയാൻ കാര്യം എന്താ? അഫ്ഗാനിസ്ഥാൻ സ്റ്റേബിൾ ആയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ട്രേഡും കാര്യങ്ങളും ഓക്കെ ആവത്തുള്ളൂ. അതുകൊണ്ട് അവർ സ്റ്റേബിൾ ആവണം. പാകിസ്ഥാൻ സ്റ്റേബിൾ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? ടെററിസം കുറയ്ക്കാൻ പറ്റും. ഓക്കെ. ഇനി ആഫ്രിക്കയിൽ കലാപവും അക്രമവും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഐ ആം നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. കാരണം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് കൂടുതലും ബാധിക്കുന്നില്ല. ആക്ച്വലി ദിസ് ഈസ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ഇതാണ് ലോകത്തെ എല്ലാ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. ഇതിന്റെ പേരെന്താ? ഇത്തരത്തിൽ ഫോറിൻ പോളിസി നോക്കിയാൽ എന്റെ പേരെന്താ? പ്രാഗ്മാറ്റിക്. എക്കണോമിക്കലി പ്രാഗ്മാറ്റിക്. യെസ്, പ്രാഗ്മാറ്റിക്. ഇത് തന്നെയാണ്. അപ്പോ ഇവരുടെ എയിം എന്താണ്? ഒരു ഓർഗനൈസേഷൻ റീജിയണൽ ആണോ ഇന്റർനാഷണൽ എന്ന് അറിയുന്ന അവരുടെ എയിം എടുക്കുക. എവരുടെ എയിം ഇത്രയേ ഉള്ളൂ. അതൊരു കീവേഡ് ആണ്. ഫ്രീ, ഓപ്പൺ, പ്രോസ്പെറസ് ഇൻഡോ പസഫിക് റീജിയൻ. ഏതാണ്? ഇൻഡോ പസഫിക് മാത്രമേ ഉള്ളൂ. ഇൻഡോ പസഫിക് എന്താണ്? ഫ്രീ, ഓപ്പൺ, പ്രോസ്പെറസ്. ഫ്രീ, ഓപ്പൺ ആൻഡ് പ്രോസ്പെറസ് ഇൻഡോ പസഫിക് റീജിയൻ. ദിസ് ഈസ് ദെയർ ഫോക്കസ്. സർ ഒന്നുകൂടെ പറയോ? യെസ്. Free and it is open and prosperous Indo-Pacific region. Free, open, prosperous Indo-Pacific region. Okay. അപ്പൊ ഇതൊരു മിലിറ്ററി ആണോ? മിലിറ്ററി സ്ട്രാറ്റജി ആണോ? അല്ല. ശരിക്കും ആണ്, പക്ഷെ ഇവർ പറയത്തില്ല. ഇതാണ് ഇവരുടെ രീതി. കാരണം കേട്ടില്ല. ഇതിനെയാണ് മലബാർ. ഇല്ല, മലബാർ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും ജപ്പാനും കൂടെ നടത്തുന്ന എക്സസൈസ് ആണ് മലബാർ എക്സസൈസ്. ഇറ്റ്സ് എ മിലിറ്ററി എക്സസൈസ് ആണ്. ഓക്കെ. അടുത്തത് അപ്പൊ ഫ്രീ, ഓപ്പൺ, പ്രോസ്പെറസ് ഇൻഡോ പസഫിക് റീജിയൻ. ഇനി ശരിക്കും ഇതിനൊരു ഫോറിൻ, നിങ്ങൾ ഡിപ്ലോമേറ്റിലേക്ക് ഇത് വായിക്കുമ്പോൾ കിട്ടും. ഫസ്റ്റ് പോളിസി, ഫോറിൻ പോളിസി ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ഒരാൾ വിശേഷിപ്പിച്ച് ദിസ് ഈസ് ഏഷ്യൻ നേറ്റോ. നേറ്റോ മീൻസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നേറ്റോയുടെ എയിം എന്ന് പറയുന്നത് നേറ്റോയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ തൊട്ടാൽ അത് നേറ്റോയിലെ എല്ലാ രാജ്യങ്ങളെയും തൊട്ടതിന് തുല്യമായിരിക്കും. ആ രാജ്യത്തെ തൊട്ടാൽ ഈ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു വരും. അതാണ് നേറ്റോയുടെ എയിം. ക്വാഡും ഭാവിയിൽ ഫ്യൂച്ചറിൽ നേറ്റോ പോലെ ആവും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ അറ്റാക്ക് ചെയ്താൽ ജപ്പാൻ, യു എസ്, ഓസ്ട്രേലിയയും വരും. ഇല്ല, ജപ്പാൻ അറ്റാക്കിൽ ഇന്ത്യ, യു എസ്, ഓസ്ട്രേലിയയും പോകും. ഇപ്പോഴല്ല, ഫ്യൂച്ചറിൽ. മിലിറ്ററി ഹിഡൻ ആണ്. ഇവന്മാർ പുറത്തു കൊണ്ടുവന്നില്ല. കാരണം ഇപ്പൊ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് വിമർശനം വരും. കാരണം ഇന്ത്യക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പർഷിപ്പ് വേണം. മെമ്പർഷിപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യ സമാധാനത്തിന്റെ രാജ്യമായിരുന്നാലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്ത്യ ഇവിടെ മിലിറ്ററി സ്ട്രാറ്റജി പറഞ്ഞാൽ ഏഷ്യയിലെ പല രാജ്യങ്ങളും ഇന്ത്യ എതിർക്കും. ഓസ്ട്രേലിയ ആക്ച്വലി ക്വാഡിന്റെ ഭാഗമായിരുന്നു. പിന്നെ ഇവന്മാർ വിട്ടുപോയതാണ്. പക്ഷേ ചൈനയുടെ സ്വാധീനം ഓസ്ട്രേലിയയിൽ കൂടിയപ്പോ ഇവന്മാർ വീണ്ടും വന്നതാണ്. ഇടയ്ക്ക് ഇവന്മാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് നിന്നിട്ട് വിട്ടുപോയി, ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ലെന്ന് പറയും. But later when the influence of Chinese economy's influence over the Australian economy increased or influential after it enhanced, Australia decided to come back and join the Quad. കാരണം അവരും അവരുടെ ലാഭത്തിനനുസരിച്ച് നിന്നിട്ടുള്ളൂ. ഇത് തന്നെയാണ് ഇന്ത്യയും ചെയ്യേണ്ടത്.
ആക്ച്വലി ഫ്യൂച്ചറിൽ ഇതൊരു നേറ്റോ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പൊ ഒരു പുറമേ പറയും ഫ്രീ ഓപ്പൺ പ്രോസ്പെറസ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഫ്രീ അല്ലെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ പ്രോസ്പെറസ് അല്ലെങ്കിൽ ഞങ്ങൾ ആയുധം ഉപയോഗിക്കും. ശരിക്കും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സൗത്ത് ചൈന സീയിൽ ചൈന ഇപ്പൊ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ അവന്മാർക്ക് നടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ ആ ഏരിയയിലൂടെ ഇന്ത്യയുടെയോ ജപ്പാന്റെയോ US-ന്റെയോ ഓസ്ട്രേലിയയുടെയോ ഗുഡ്സ് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ചൈന തടസ്സപ്പെടുത്തും. അപ്പോ ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് വരുമ്പോൾ എന്ത് ചെയ്യാം? പേടിപ്പിച്ച് നിർത്താം. അതായത് ഞങ്ങൾക്ക് ട്രേഡ് നടത്താൻ മാത്രമല്ല, ഞങ്ങൾക്ക് വാഗൊണ്ട് സംസാരിക്കാൻ മാത്രമല്ല, ഞങ്ങൾ ഇത്രയും ഒന്നിച്ചു ചെയ്യുന്നുകൊണ്ട് വെപ്പൺ പോലും ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ശരിക്കും ഇവിടെ ഹിഡൻ അജണ്ടയാണ്, പുറമേ ഇല്ല. ഓക്കെ, ഭാവിയിൽ അതായത് നിങ്ങളൊക്കെ ഇപ്പൊ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ഞാനൊക്കെ വളർന്ന ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ വലിയ ശക്തിയായിട്ട് മാറാം. ഇപ്പോഴേ അറിഞ്ഞിരുന്നാൽ അന്ന് എളുപ്പമായിരിക്കും. അപ്പൊ ക്വാഡ് എന്ന് ഓർത്തിരിക്കും. ഇത് ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ആണ് ആക്ച്വലി ഷിൻസോ ആബെ. 2007 പുള്ളി ഇത് ആക്ച്വലി ഹി ഫസ്റ്റ് മൂവ്ഡ് ദിസ് മുമ്പോട്ട് കൊണ്ടുവരുന്ന പുള്ളിയാണ്. അതായത് ഇന്ത്യക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് എന്താന്ന് നോക്കാം. ഈസ്റ്റ് ഏഷ്യ പല ഭാഗമുണ്ട്, ഇന്ത്യക്ക് ഇൻട്രസ്റ്റ് പലതാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇന്ത്യയുടെ പ്രത്യേക ഫോക്കസ് ആണ്. അതിനുവേണ്ടി ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഡോക്ട്രിൻ ഏതാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഡീൽ ചെയ്യുന്നത്? ഏതാണ്? എന്താ സാർ കേട്ടില്ല? സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഏതാണ് ആ ഏരിയയില്? ഇല്ല, അല്ല, ആക്ട് ഈസ്റ്റ് പോളിസി. ഇന്ത്യക്ക് പല ഫോറിൻ പോളിസി ഉണ്ട്. ഒന്ന് ഇന്ത്യാസ് നെയ്ബർഹുഡ് പോളിസി, നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. ദെൻ ആക്ട് ഈസ്റ്റ് പോളിസി, പണ്ട് ലുക്ക് ഈസ്റ്റ് ആയിരുന്നു ആക്ട് ഈസ്റ്റ്. പിന്നെ ലുക്ക് വെസ്റ്റ് പോളിസി. ഇത് വെച്ചാണ് നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. സൗദി എവരുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത്, ദുബായ്, കുവൈറ്റ്, ഖത്തറുമായിട്ട് ലുക്ക് വെസ്റ്റ് പോളിസി, ലിങ്ക് വെസ്റ്റ് പോളിസി. ലുക്ക് വെസ്റ്റ് ഓർ ലിങ്ക് വെസ്റ്റ്. അടുത്ത നമ്മുടെ ഫോറിൻ പോളിസിയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സെൻട്രൽ ഏഷ്യ ആയിട്ട്. നമുക്കൊരു ഫോറിൻ പോളിസി, അതിന്റെ പേരാണ് കണക്ട് സെൻട്രൽ ഏഷ്യ പോളിസി. കണക്ട് സെൻട്രൽ ഏഷ്യ ഇതൊരു ഫോറിൻ പോളിസിയാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് പഞ്ചശീൽ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ഇങ്ങനെ പല ഫോറിൻ പോളിസി ഉണ്ട്. അപ്പൊ ഇന്ത്യയില് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ അല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ല, ഇറ്റ് ഈസ് ഈസ്റ്റ് ഏഷ്യ. ഇതിനുവേണ്ടി സമ്മേളനങ്ങൾ സബ്മിറ്റ് വരുന്നുണ്ട്, ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് ഉണ്ട്, ഇന്ത്യയിൽ ഭാഗമാണ്. ആൻഡ് ദിസ് വാസ് ആസ്ക്ഡ് ഇൻ UPSC പ്രിലിംസിന് ഇത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈസ്റ്റ് പോളിസി, ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റിനെ കുറിച്ച്. അപ്പൊ ഇന്ത്യക്ക് ഈസ്റ്റ് ഏഷ്യ ആയിട്ട് ഡീൽ ചെയ്യണം. ഇന്ത്യ ഓൾസോ വാണ്ട്സ് ടു ഡീൽ വിത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പൊ ഇന്ത്യക്ക് ഈസ്റ്റ് ഏഷ്യയുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു വോയിസ് വരുന്നുണ്ട്, ആരെന്നറിയില്ല, മ്യൂട്ട് ചെയ്യാവോ? ഇത് വോയിസ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഈസ്റ്റ് ഏഷ്യയുമായിട്ട് ഇന്ത്യക്ക് ഡീൽ ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് ക്വാഡിൽ ചേർന്നേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ചേർന്നത് എന്താ? ബിക്കോസ് വി നീഡ് എ പ്ലാറ്റ്ഫോം ടു അഡ്വാൻസ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ഇൻ ഈസ്റ്റ് ഏഷ്യ. നാളെ ലോകം വളരുമ്പോൾ, ഇന്ത്യ വളരുമ്പോൾ നമ്മുടെ ഗുഡ്സും ട്രേഡ് എല്ലാം ഈസ്റ്റ് ഏഷ്യയിൽ എത്തണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് എ പ്ലാറ്റ്ഫോം ടു അഡ്വാൻസ് അവർ ഇൻട്രസ്റ്റ് ഇൻ ഈസ്റ്റ് ഏഷ്യ. അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വി ആർ പാർട്ട് ഓഫ് ദ ക്വാഡ്. ഇനി രണ്ട്, ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യ ഒറ്റയ്ക്ക് പോയിട്ട് ആയുധവും പിടിച്ചുകൊണ്ട് പോയാൽ ഇന്ത്യ തന്നെ തകർന്നു പോകും. ഇന്ത്യക്ക് അത്രമാത്രം ഡിഫൻസ് നമ്മൾ ബഡ്ജറ്റിൽ കൊടുക്കുന്നില്ല. പക്ഷേ ഓസ്ട്രേലിയ, ജപ്പാനുമായിട്ട് പിടിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഷെയർ ദ ബർഡൻ ഓഫ് ഡിഫൻസ് ബഡ്ജറ്റ്. നമ്മളെ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ത്യ ഒരു 100 കോടി ഇടും, ജപ്പാൻ ഒരു 100 കോടി, ഓസ്ട്രേലിയ 100 കോടി. 3 പേരും കൂടെ ചേർന്ന് നിന്ന് ചൈനയെ കൗണ്ടർ ചെയ്തോളൂ. ഇതും ഇതിന്റെ ഒരു എയിമാണ്. നമ്മുടെ ഡിഫൻസ് ബർഡൻ ഷെയർ ചെയ്യാൻ വേണ്ടി, ബർഡൻ ഇൻ ഡിഫൻസ് ഷെയർ ചെയ്യാൻ ക്വാഡ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് us. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഓരോ എയിം, ഇന്റൻഷൻ എന്ന് പറയുന്നത്. ക്വാഡ് ഉണ്ട്. ഇനി ഒരു സംഘടനയും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ 1 hour അല്ലേ,
1 hour കഴിഞ്ഞു. അപ്പൊ ഇതും കൂടെ എടുക്കാം. ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ്. അടുത്തത് ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ്. ഇതിൽ ഈ പഠിപ്പിക്കുന്ന രാജ്യങ്ങളെല്ലാം ഇന്ത്യനെ അറ്റ്ലസ് എടുക്കുക. ഓക്സ്ഫോർഡിന്റെ സ്റ്റുഡന്റ് അറ്റ്ലസ് എടുക്കുക. സ്കൂൾ അറ്റ്ലസ് അല്ല. യു നീഡ് ടു ടേക്ക് ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് അറ്റ്ലസ് ഓർ ഓറിയൻ ലോങ്മാൻ. ഓറിയൻ ലോങ്മാനും ആകാം. ഓറിയൻ ലോങ്മാൻ ഓർ ഓക്സ്ഫോർഡ് 2 അറ്റ്ലസ് നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ വായിക്കുക. രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുക, കിട്ടും. ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റില് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒത്തിരി ഉണ്ട്. ഒന്ന് പെട്ടെന്നുകൊണ്ട് തെളിയിക്കുക. മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം. 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 Then Malaysia, Singapore, Indonesia, Brunei. Malaysia, Singapore, Indonesia, Brunei and Philippines. Malaysia, Singapore, Indonesia, Brunei, Philippines. I am repeating again. This is total 10 members. This is total of out of 10, and these all are part of ASEAN. ASEAN-ഉള്ള 10 രാജ്യങ്ങൾ ഇതിലുണ്ട്. ആ രാജ്യങ്ങളാണിത്. മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ബ്രൂണായ്, ഫിലിപ്പൈൻസ്. മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ബ്രൂണായ്, ഫിലിപ്പൈൻസ്. ഇനി അടുത്തത് ഈസ്റ്റ് ഏഷ്യ. ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് 8 രാജ്യങ്ങൾ. ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും 8 രാജ്യങ്ങൾ. ഈസ്റ്റ് ഏഷ്യ എന്നല്ല, മറ്റ് സോറി അതർ മെമ്പേഴ്സ് ഓഫ് ഈസ്റ്റ് ഏഷ്യ. ഇനി 10 ആസിയയിലെ 10 കൂടെ ഇനി ഏതൊക്കെയുണ്ട്? ഇതിലൊരു രാജ്യമാണ് ഇന്ത്യ. ഇനി 8 രാജ്യങ്ങളുണ്ട്. ഇന്ത്യ, ചൈന. അപ്പൊ അവിടെ ചൈനയുടെ ഇൻട്രസ്റ്റ് വരും. ജപ്പാൻ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, റഷ്യ ഉണ്ട്, US ഉണ്ട്. അപ്പം വരേണ്ടവന്മാരെല്ലാം അതിൽ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ. ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ വന്നു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, റഷ്യ, US. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, റഷ്യ, US. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, റഷ്യ, US. ഒന്നും കൂടെ പറയാം. 10 countries from ASEAN. Myanmar, Thailand, Laos, Cambodia, Vietnam, Malaysia, Singapore, Indonesia, Brunei and Philippines. Other 8 members. India, China, Japan, South Korea. Australia, New Zealand, Russia, US. ഇതിനെ പോയി അറ്റ്ലസ് എടുത്ത് വായിക്കുക. ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ്. ഇതിൽ ഇന്ത്യ ഉണ്ട്. ഇത് UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പിന്നെ ഇതിന്റെയൊക്കെ മീറ്റിംഗ് നടന്നിട്ട് കുറെ വർഷങ്ങളായി. ഇപ്പൊ കോവിഡ് അല്ലേ, ഒന്നും നടക്കുന്നില്ല. അതത് ടൈമിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അവന്മാർ മീറ്റിംഗ് നടത്തത്തുള്ളൂ. ഇതെല്ലാം പ്രാഗ്മാറ്റിക്കിന് വേണ്ടിയാണ് നിൽക്കുന്നത്. എല്ലാം ക്ലിയർ ആയോ എല്ലാവർക്കും? ഡൗട്ട് ചോദിക്കാൻ വേണ്ടി എല്ലാവർക്കും. സാർ ഈ ഫസ്റ്റ് മെമ്പേഴ്സിലെ ആ 5th മെമ്പർ പേരെന്ന് പേട്ന അങ്ങനെ വിയറ്റ്നാം, VIETNAM. അതിന്റെ സ്പെല്ലിംഗ് എന്താ? VIET, വിയറ്റ്നാം, NAM, വിയറ്റ്നാം. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വിയറ്റ്നാം. ക്യാപിറ്റൽ ഹനോയ്. ഹനോയ് ആണല്ലേ ക്യാപിറ്റൽ. എല്ലാത്തിന്റെ ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ നമുക്കത് വേണ്ട. മ്യാൻമറിന്റെ ക്യാപിറ്റൽ ഏതാ? Which is the capital of Myanmar? ഇല്ല. Which is the capital of Sri Lanka? കൊളംബോ. അല്ല, അല്ല. ശ്രീ ജയവർദ്ധന പുറൈക്കോട്ടെ. പുതിയ ക്യാപിറ്റൽ അതാണ്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഇതാണ്. ശ്രീ ജയവർദ്ധന പുറൈക്കോട്ടെ. ജയവർദ്ധനപുരൈ. അവിടെയാണ് ഒഫീഷ്യൽ പ്രസിഡൻസ് ആണ് ഈ ടെബിൾ ഗ്രീസ് അതൊക്കെ വരുന്ന ഏരിയയാണ്. മ്യാൻമറിന്റെ മാറി. നേരത്തെ മ്യാൻമർ റംഗൂണോട് യാൻഗൂൺ ആയിരുന്നു. ഇപ്പൊ അത് മാറി നായ്പിഡാവ്. അതൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. നായ്പിഡാവ്. ഇനി തായ്ലൻഡിലത് ഏതാ? തായ്ലൻഡ് ഏതാ? ബാങ്കോക്ക്. ബാങ്കോക്ക്. യെസ്. ലാവോസ്,
നാംപെൻ. വിയറ്റ്നാം ഹനോയ്. മലേഷ്യ ഇന്തോനേഷ്യ കഴിഞ്ഞുള്ളതാണോ? ഇന്തോനേഷ്യയുടെ മ്യാൻമർ പ്രസിഡന്റ് നൈപിദോ. മലേഷ്യ കോലാലംപൂർ ആൻഡ് പുത്രജയ രണ്ടെണ്ണമുണ്ട്. അതൊക്കെ ഗൂഗിൾ സെർച്ച് നോക്കി. ഇതൊക്കെ GK ആണ്, UPSC ചോദിക്കത്തില്ല. എനിക്ക് പണ്ട് ക്യാപിറ്റൽ പഠിക്കുന്ന ക്രൈസ് ആയിരുന്നു, അങ്ങനെ പഠിച്ചു വെച്ചതാ. പിന്നെ സിംഗപ്പൂർ ഏതാ? സിംഗപ്പൂരിന്റെ ഏതാ? സിംഗപ്പൂർ സിറ്റി. സിംഗപ്പൂർ സിറ്റി. ഇന്തോനേഷ്യ അവിടെ ജക്കാർത്തയാണ് പുതിയതിലേക്ക് ക്യാപിറ്റൽ എന്തോ മാറ്റിയിട്ടുണ്ട്. ജക്കാർത്ത മറ്റേ സുനാമി ആണ് എന്തൊക്കെ മാറ്റുന്നുണ്ട് അവിടെ. ബ്രൂണൈ ബന്ദർ ബഗാവൻ, അതൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഫിലിപ്പൈൻസ് മനില. ഇന്ത്യയുടെ ഏതാ? ഡൽഹി. ന്യൂഡൽഹി. വെറും ഡൽഹി അല്ല, ന്യൂഡൽഹി. ബിക്കോസ് ടു ടൈപ്സ് ഓഫ് ഡൽഹി, ഓൾഡ് ഡൽഹി ആൻഡ് ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ്. നെയ് ദില്ലി ആൻഡ് പുറാനി ദില്ലി. ചൈന ബെയ്ജിംഗ്. ബെയ്ജിംഗ്, പഴയ പേര് പെക്കിംഗ് എന്നായിരുന്നു, ഇപ്പം ബെയ്ജിംഗ്. ജപ്പാൻ ടോക്കിയോ. ടോക്കിയോ. സൗത്ത് കൊറിയ ടോക്കിയോ. സൗത്ത് കൊറിയ സിയോൾ. ഓസ്ട്രേലിയ ന്യൂസിലൻഡ്. ഓസ്ട്രേലിയ കാൻബറ. ഓക്കെ, പലരും അതിനെ മെൽബൺ എന്നാ പണ്ട് പറഞ്ഞത്, പലരും തെറ്റിക്കാറുണ്ട്. ആക്ച്വലി കാൻബറ. ന്യൂസിലാൻഡ് ഓക്ലൻഡ്. വെല്ലിംഗ്ടൺ. Okay. Then Russia മോസ്കോ. United States Washington. DC. Yes, DC എന്താ? District of Columbia. ഇത് ജസ്റ്റ് നോളജ് ആട്ടോ, ഒരു അറിവെന്ന രീതിയിലുള്ളൂ. ഈ ന്യൂസ് പേപ്പറില് ഇപ്പം ഇന്ത്യ ചൈന റിലേഷൻ ഉണ്ടെങ്കിൽ അവർ എഴുതുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. അവർ എഴുതുന്ന ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. ബെയ്ജിംഗ് ആൻഡ് ന്യൂഡൽഹി ഹെൽഡ് ബൈലാറ്ററൽ ടോക്സ് എന്ന് പറയാം, അല്ലാതെ ഇന്ത്യ ആൻഡ് ചൈന എന്ന രീതിയിൽ പറയത്തില്ല. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ആൻഡ് ഇപ്പൊ റഷ്യ ഇന്ത്യ ആണെങ്കിൽ മോസ്കോ ആൻഡ് ന്യൂഡൽഹി, അല്ലെ ഇപ്പം US-ഉം അല്ലെങ്കിൽ ചൈന ആണെങ്കിൽ ബെയ്ജിംഗ് ആൻഡ് വാഷിംഗ്ടൺ ഹെൽഡ് ടോക്സ്, ഇങ്ങനെ എഴുതത്തുള്ളൂ ന്യൂസ് പേപ്പറിൽ. അപ്പൊ ആ ടൈമിൽ ക്യാപിറ്റലും കൂടെ അറിഞ്ഞിരുന്നാൽ വായിക്കും മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ ക്യാപിറ്റൽ അറിയാത്ത രാജ്യം ഇത് എന്താണെന്ന് നിങ്ങൾ വീണ്ടും സെർച്ച് ചെയ്ത് പോകും. IR ന്യൂസ് പേപ്പേഴ്സ് എഴുതുന്ന രീതിയാണ്. ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസിലെ അവർ ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. പറഞ്ഞിരുന്നാൽ വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും. UPSC-ക്ക് വേണ്ട. ഓക്കെ, ശരി. പിന്നെ മെയിൻസിലൊക്കെ എഴുതി വെക്കുന്നത് കുഴപ്പമില്ല ഈ രീതിയിൽ. The issue between both countries, or Beijing and New Delhi both issued a bilateral statement for the strategic partnership of both countries എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി വെക്കാം. That's all. അപ്പം എല്ലാവർക്കും ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ DV ചെയ്തോട്ടെ. സർ, ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഓക്കെ. ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ഇന്റർനാഷണൽ ആണോ? ഓക്കെ, ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് സംഘടനകളെല്ലാം വെക്കുമ്പോൾ ഇന്റർനാഷണൽ എന്ന് പറയും. പക്ഷെ അവിടെ എയിം ഒബ്ജക്റ്റീവ്സ് എടുക്കുമ്പോൾ റീജിയനിലാണ്. ബിക്കോസ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയ, ആ ഈസ്റ്റ് ഏഷ്യ, ആ പസഫിക് വരുന്ന ഒരു ഏരിയ, ഈസ്റ്റ് ഏഷ്യ മാത്രമേ ഉള്ളൂ. ആ പേര് തന്നെ ഉണ്ടല്ലോ, ഈസ്റ്റ് ഏഷ്യ. ഇപ്പൊ ക്വാഡ് എന്ന് പറയുന്നത് രാജ്യങ്ങൾ പലതും ഉണ്ട്, പക്ഷെ അവരെന്താണ്, ഇൻഡോ പസഫിക് ആണ് എയിം. അത് പേരിൽ ചേർത്തിട്ടില്ല, പക്ഷെ എയിം അതാണ്. INSTC പേരിലും ഉണ്ട്. പിന്നെ രാജ്യങ്ങളെല്ലാം എടുക്കുമ്പോൾ കണക്ഷൻ എടുക്കുമ്പോൾ അത് ട്രേഡും കൂടെയാണ്. ട്രേഡ് ഇത്ര ഏരിയ ആയിട്ട് ഒതുക്കത്തില്ല, അത് ലോകം ഫുള്ളും പോകുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ എടുക്കുമ്പോൾ അത് ആ ഒരു ഏരിയ മാത്രമാണ്, പർട്ടിക്കുലർ ഏരിയ. അങ്ങനെ കുറെ ഉണ്ട്. ഓക്കെ. പിന്നെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ട്രേഡ് ഇന്റഗ്രേഷൻ പലതുണ്ട്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്, CEPA ഉണ്ട്, ഇക്കണോമിക് യൂണിയൻ, കസ്റ്റംസ് യൂണിയൻ ഉണ്ട്, കോമൺ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ ഒന്നാണ് ഈ യൂണിയൻ. അത് ഓരോരോ ഈ ട്രേഡിന്റെ ഓരോ സ്റ്റെപ്പാണ്. അങ്ങനെയാണ് ആ പേര് കിട്ടിയത്, അല്ലാതെ അവരായിട്ട് എടുത്തിട്ടതല്ല. അതിന് ഓരോ ഫീച്ചർ ഉണ്ട്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ചില ഗുഡ്സ് രണ്ട് രാജ്യങ്ങൾ സുഖമായിട്ട് എത്തും. ഇനി കോമൺ മാർക്കറ്റ് ആകുമ്പോൾ ഗുഡ്സും ലേബറും എല്ലാം പെട്ടെന്ന് എത്തും. യൂറോപ്യൻ യൂണിയൻ, അത് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് ഒരു ബോർഡർ ഇല്ല. ആ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അതിൽ നിന്ന് വിട്ടുപോയ രാജ്യം ഏതാ? ഓക്കെ, അതിനെ വിളിക്കുന്ന പേരെന്താ, പറയുന്ന പേരെന്താ? ബ്രെക്സിറ്റ്. ബ്രിട്ടൻ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ, ദാറ്റ് ഈസ് ബ്രെക്സിറ്റ്. ഫസ്റ്റ് ബ്രെക്സിറ്റ് എപ്പോഴാണ് നടന്നത്? ശശി തരൂർ ഇടയ്ക്ക് പറഞ്ഞു. ഫസ്റ്റ് ബ്രെക്സിറ്റ് എപ്പോഴാണ് നടന്നത്? Any idea? It is in 1947 when Britain exit from India. മനസ്സിലായോ ഞാൻ പറഞ്ഞത്?
ഇല്ലെങ്കിൽ yes. ചിന്തിച്ചു നോക്കുക. ഓക്കെ, ബ്രെക്സിറ്റ്. ശശി തരൂർ പറഞ്ഞ യൂട്യൂബിൽ കയറുക, ശശി തരൂരിന്റെ സ്പീച്ച് ഒക്കെ ഉണ്ട്, സബ് ടൈറ്റിൽ ഓൺ ചെയ്തിട്ട് കേൾക്കുക മനസ്സിലാകാത്തവർക്ക്. ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ഇപ്പൊ നമ്മൾ സാധാരണക്കാരെ ഇപ്പൊ പറയുമ്പോൾ മിന്നുന്നെല്ലാം പൊന്നത്, നമ്മൾ എന്താ പറയുക, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ശശി തരൂർ പറയുമ്പോ ഓൾ ദാറ്റ് കൊറിസ്കേറ്റ് വിത്ത് റിസ്പ്ലെൻഡൻസ് ഈസ് നോട്ട് ട്രൂലി ഓറിഫെറസ്. ഓക്കെ, അതൊരു സബ് ടൈറ്റിൽ ഓൺ ചെയ്യുക. പുള്ളിയുടെ ഒരു രീതി ഏതാ. ഇപ്പൊ ഗ്ലാസ് ഇട്ട വീട്ടിൽ ചില്ലെറിയരുത്, നമ്മൾ എന്ത് പറയും? should not throw stones on glassy houses. ശശി തരൂർ ആണെങ്കിലോ, people who make their abode in invitrous oriferous should be advised to refrain from catapulting perilous projectiles. Okay, ഇടയ്ക്ക് അർണവ് ഗോസ്വാമി എന്തോ പറയുന്നത്, തരൂർ നേഷൻ wants to know, ഉടൻ തരൂർ ട്വിറ്ററിൽ കുറച്ചു വെച്ചു. Exasperating the farrago of distortions and outright lies being broadcast by an unprincipled man masquerading as a journalist. ഒന്നുമില്ല, അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ജേർണലിസ്റ്റ് എന്ന പേരിൽ കുറെ കള്ളങ്ങൾ തള്ളി വിടുന്ന ഒരുത്തൻ എന്നാണ് അർണവ് ഗോസ്വാമി പറഞ്ഞത്. പുള്ളി പറയുന്നത് തരൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹീസ് എ ബ്രില്യന്റ് മാൻ ആവുന്ന അവിടെയാണ്. വാക്കുകൾ കൊണ്ട് അതിശയിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. തരൂരിന്റെ ബുക്ക് വായിക്കുമ്പോൾ കുറെ കിട്ടും. 2 വെക്കാബിലിറ്റി കളക്ട് ചെയ്യുക. ഞാനൊക്കെ പണ്ട് ഒരു ദിവസം 5-10 വീതം ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുവാനും. ബ്രെയിനിൽ ഒരു ഏരിയ ഉണ്ട് വെക്കാബിലിറ്റി സ്റ്റോർ ചെയ്ത് വെക്കാൻ. അത് ആവശ്യത്തിന് ആ ഏരിയയുടെ പേര് എനിക്കറിയത്തില്ല. ആവശ്യത്തിന് ബ്രെയിനിൽ നമ്മൾ സംസാരിക്കുന്നത് തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഞാനിത് കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പെട്ടെന്ന് എനിക്ക് ബ്രെയിൻ ഇത് തന്നുകൊണ്ടിരിക്കുവാണ്. ലൈക്ക് നിങ്ങൾ കുറെ കളക്ട് ചെയ്യുക, കുറെ വേൾഡ് മാപ്പൊക്കെ എടുത്ത് നോക്കി, യൂട്യൂബിൽ ഡോക്യുമെന്ററി, ശശി തരൂരിനുണ്ട്, അരുന്ധതി റോയുടെ സ്പീച്ച് ഉണ്ട്, ഇതൊക്കെ എടുത്ത് കുറെ നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. അപ്പൊ പ്രിപ്പറേഷൻ വളരെ എളുപ്പമാണ്. ഡോക്യുമെന്ററീസ് ഉണ്ട്. മലയാളത്തിനാണെങ്കിൽ ഇന്ത്യൻ വോട്ട് കഥ എന്ന് പറയുന്ന മനോരമ ന്യൂസിന്റെ ഡോക്യുമെന്ററി, യു വാച്ച് ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇലക്ഷൻ സിസ്റ്റം ആൻഡ് ഓൾ. Then Rajya Sabha TV Samvidhan എന്ന് പറഞ്ഞ constitution making. It's in Hindi but subtitles are available, English subtitles. If you watch that, you will get an idea about making the constitution and it is part of the syllabus. Then Cold War. Cold War is a documentary a series is done by CNN and it includes 23 or 25 series total. And you will get an idea of Cold War, Second World War and relationship between US and USSR. പിന്നെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഡോക്യുമെന്ററി ഉണ്ട്, ഫ്രഞ്ച്, എല്ലാം യൂട്യൂബിലുണ്ട്. യു ഗോ ആൻഡ് സെർച്ച്, കുറെ കിട്ടും, അറിവ് കിട്ടും. ഓക്കെ, ഞാൻ ലീവ് ചെയ്തോട്ടെ, ചെയ്യട്ടെ. ശരി, Thank you, sir. ബൈലാറ്ററൽ okay. Bilateral means between two nations. In India and China, Beijing and New Delhi is talking for something, it is bilateral. Then multilateral means it includes more than 2 countries. If India, Russia and or Moscow, Beijing and New Delhi is hold talks regarding any issues, it is known as multilateral level talks. Then unilateral means only one country is, for example US foreign policies are actually considered unilateralism because they are taking decision. For example, UN and most of the countries in the world is against the US invasion of Iraq and Afghanistan, but US did it by unilateralism. Only one country is involved, it is unilateralism. പക്ഷെ അതിന്റെ റിസ്ക് എല്ലാ രാജ്യത്തിനെ ഫേസ് ചെയ്യണം. ഓക്കെ, ഞാൻ ലീവ് ചെയ്യട്ടെ. താങ്ക് യു. Thank you, sir. ഓക്കെ, ബൈ.